ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെയും നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ കൂടുതലായി അടുക്കുന്നതിന് അത് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായി ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്റർ ജോയിസ് ആണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ജോയിസ് സിസ്റ്ററെ, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് സിസ്റ്ററിൻ്റെയും പേര്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, കർത്താവ് നടത്തിയ വഴികളൊക്കെ ഉണ്ടെന്നറിയാം. എന്നാൽ അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. നിൻ്റെ ദാസ്യ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ മകളോട് കൂടെ ഇരിക്കണമേ. വായോടും നാവോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ കർത്താവേ. ഈ അനുഭവം കേൾക്കുന്ന ജനത്തിന് ഹല്ലേലൂയ കർത്താവെ ഒരു ആത്മീക വർധനവ്, ഹല്ലേലൂയ ഒരു പുതുജീവൻ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ നാമം ഇതിലൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയാട്ട് കർത്താവെ. സ്തോത്രം. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ സിസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഓക്കെ, അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെ ഈ നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തമായിട്ട് ബഹുമാന്യ കർത്താവിൻ്റെ ദാസിയോട് ചേർന്ന് ഈ ജോയിസ് ടി വിയിൽ എൻ്റെ പേരുമായി വളരെ ബന്ധമുള്ള ഈ ചാനലിൽ കർത്താവിൻ്റെ എന്നെ നടത്തിയ വഴികൾ, കർത്താവ് നടത്തിയ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ കരുണയും കൃപയും കൂടെ ഇരുന്നത് ജനത്തോട് അല്ലെങ്കിൽ കേൾവിക്കാരായ പ്രിയ ശ്രോതാക്കളോട് ഷെയർ ചെയ്യുവാനായിട്ട് ദൈവം എൻ്റെ ആയുസ്സിൽ നൽകി തന്ന ഒരു നല്ല സാവകാശത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇതുപോലുള്ള പല ചാനലുകളിലും കൃപയാല് പല സമയങ്ങളിലും സാക്ഷ്യങ്ങൾ പറയാൻ അവസരങ്ങളെ കർത്താവ് നൽകി തന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമനിമിത്തം, കർത്താവിന്റെ ദാസനായ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പോലെ ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തം ഇവിടെ ആയിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഒട്ടേറെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഒക്കെയാണ് കടന്നുപോയെങ്കിലും അതിന്റെ എല്ലാ അവസാനം ഏറ്റവും ശ്രേഷ്ഠകരമായ ഈ കർത്താവിന്റെ കൃപ അനുഭവിക്കാനായിട്ട് ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു. ആ അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നതിൽ ഞാൻ തികച്ചും സന്തോഷവതിയാണ്. പ്രത്യേകാൽ ഈ ചാനൽ നടത്തുന്ന കർത്താവിന്റെ ദാസിക്ക്, തന്റെ പ്രിയപ്പെട്ടവനെ, തന്റെ കുഞ്ഞുങ്ങൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനായി പൗലോസ് പറയുന്ന പോലെ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് പിന്നെയും അതിൽ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ഏറെ അധ്വാനിപ്പാനായിട്ട് ദൈവം നമ്മെ എല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മീഡിയ ആണെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു പരസ്യയോഗമാണെങ്കിലും, ഒരു ട്രാക്ട് കൊടുക്കുന്നതാണെങ്കിലും അതിലൂടെയൊക്കെ ദൈവനാമത്തിന്റെ മഹത്വമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അത് കർത്താവിന് പ്രസാദമാണ്. സ്തോത്രം. എന്ത് ശുശ്രൂഷയിലും നമ്മുടെ ഉദ്ദേശശുദ്ധിയെ പരിശുദ്ധാത്മാവ് അഭിനന്ദിക്കും. അതുകൊണ്ട് കർത്താവിന്റെ ദാസിയുടെ ഉത്തരവാദിത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് എല്ലാവിധത്തിലുള്ള ദൈവിക അനുഗ്രഹങ്ങളും ദൈവികമായിട്ടുള്ള അനുമോദനങ്ങളും ഉയരത്തിൽ നിന്ന് കർത്താവ് ദാനം ചെയ്ത് ദൈവം സഹായിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അതൊരാശ്വാസവും വിടുതലുമായി തീരട്ടെ. ഞാനും പല സാക്ഷ്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കുവാൻ അതിൽ പല പ്രിയപ്പെട്ടവരും എൻ്റെ സ്നേഹിതരും സഹോദരങ്ങളും ഒക്കെയാണ്. അവർക്കൊക്കെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. എൻ്റെ പേര് ജോയിസ് ജേക്കബ്. ഞങ്ങൾ താമസിക്കുന്നത് റാന്നിക്കടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഒരു പെന്തക്കോസ്ത് ദൈവദാസന്റെയും കുടുംബത്തിന്റെയും ഭവനത്തിൽ ജനിപ്പാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. എൻ്റെ വാത്സല്യ പിതാവ് റാന്നിയിൽ കണ്ടമ്പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന പാസ്റ്റർ കെ വി ചാക്കോ ആണ് എൻ്റെ വാത്സല്യ പിതാവ്. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു ശുശ്രൂഷകനായി തുടരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകളായിട്ട് ജനിപ്പാനായിട്ട് കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ മാതാപിതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം
ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ആത്മീയ സന്തോഷങ്ങളുടെയും പിറകിൽ എൻ്റെ വാത്സല്യ മാതാപിതാക്കളാണെന്ന് എനിക്ക് പറയുന്നതിൽ ഒട്ടും പോലും ലജ്ജയില്ല. കാരണം അവര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത വിലയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവരേറ്റതായിട്ടുള്ള അനേക അനുഭവങ്ങളുണ്ട്. അത് പറഞ്ഞാൽ തീരാത്തതുപോലെയുള്ള, എന്നാലും അതിൽ നിന്നും ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വാത്സല്യ പിതാവ്, അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ ഏതാണ്ട് ഒരു 7-8 ഒരു ചെറിയ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ പിതാവിന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അന്ന് എൻ്റെ വല്യമ്മച്ചിക്ക് ഏതാണ്ട് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അന്ന് ആ കൈക്കുഞ്ഞുമായിട്ട് ഒരു അനാഥ ബാലനെ എങ്ങനെയാ അന്നത്തെ കാലത്ത്, എൻ്റെ പിതാവിന് 78ഓളം വയസ്സിപ്പോ ആയി, അദ്ദേഹം അത് എങ്ങനെയാണ് ആ കാലഘട്ടങ്ങൾ എന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ സ്വന്തം ഭവനത്തിൽ നിന്നും എൻ്റെ അമ്മച്ചി വാസ്തവം പറഞ്ഞാൽ ഇറക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അത് എൻ്റെ പിതാവ് ഒരു ആൺകുട്ടി ആയതുകൊണ്ട് എന്തായാലും പിതാവിന്റെ സ്വത്തിന് അദ്ദേഹം അർഹനാണ്. അതുകൊണ്ട് അത് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി അവിടെ അവരുടെ ബന്ധുക്കളായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും അതിനുവേണ്ടി പല മാർഗങ്ങളും തെരഞ്ഞെടുത്തെന്നാലും ദൈവം ഒരിടത്ത് ഉറപ്പിക്കണമെന്ന ഒരു വ്യക്തിയെ പറ്റി ദൈവത്തിനൊരു പ്രത്യേക പ്ലാനുണ്ട്. ആ പ്ലാന് എൻ്റെ പിതാവിന്റെ ബാല്യപ്രായത്തിലെ കൊടുകുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അമ്മച്ചിയുടെ വീട്. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രസിദ്ധരായ 2 വ്യക്തി ജീവിതങ്ങളായിരുന്നു കൊടുകുളഞ്ഞിയിലുള്ള കുഞ്ഞുഞ്ഞു പാസ്റ്ററും അദ്ദേഹത്തിന്റെ പെങ്ങൾ അമ്മണി അമ്മാമ എന്ന് പറയുന്ന അനുഗ്രഹീതയായ ഒരു കർത്താവിന്റെ ദാസി. അവരുടെ ശിക്ഷണത്തിലാണ് എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയാണ് ഈ അമ്മണി അമ്മാമ എന്ന് പറയുന്ന ആളും കുഞ്ഞുഞ്ഞു പാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ സഹോദരനുമാണ്. അപ്പൊ ഈ ശൈശവമായ ഈ പ്രായത്തില് അനാഥനായ വിധവയായ ഇവരെ ഈ ആങ്ങള കൈക്കൊണ്ടു. അന്ന് ആങ്ങളയ്ക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. ആ വലിയ കുടുംബത്തിലേക്ക് എൻ്റെ അമ്മച്ചിയും അവിടെ ചെന്നു. അവരൊക്കെ കഴിയുന്ന നിലവാരത്തിൽ അവരെ സംരക്ഷിച്ചു. അങ്ങനെ ഏറ്റവും ബാല്യപ്രായത്തിൽ തന്നെ കർത്താവിനെ ഏറ്റവും ഭംഗിയായി രുചിച്ചറിയുവാനായിട്ട് എൻ്റെ പപ്പേനെ ദൈവം തെരഞ്ഞെടുത്തു. തികച്ചും അഭിമാനത്തോടെയാണ് അത് പറയുന്നത്. കാരണം ഇന്നും അദ്ദേഹത്തിന്റെ പിതൃ കുടുംബങ്ങളിലുള്ള ഇന്നും അനേകവര് ദൈവത്തെ അറിയാതെ ലോക മനുഷ്യനായി തന്നെ ഇന്നും ജീവിക്കുമ്പോൾ ഒരു അനാഥത്വം ഉണ്ടായത് മുഖാന്തരമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് ഞങ്ങൾക്ക് ഉയരുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ എൻ്റെ പിതാവിന്റെ ബാല്യപ്രായങ്ങളൊക്കെ അവിടെ വളർന്നു. പിന്നെ തിരികെ ഈ ഭവനത്തിൽ വന്ന് ഇവിടെ പാർത്ത് പഠനം ആരംഭിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെടാനും കർത്താവിന്റെ കൃപയാൽ സ്നാനപ്പെട്ട് ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായിട്ട് ജീവിപ്പാൻ കർത്താവ് ഇടയാക്കി. ഇന്നത്തെ കാലത്ത് ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം എൻ്റെ അനാഥയായ എൻ്റെ അമ്മച്ചി എന്ന് വേണോ എനിക്ക് പറയാന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ഞങ്ങളുടെ അമ്മച്ചി. ഞാൻ അമ്മ എന്നായിരുന്നു എൻ്റെ അമ്മച്ചീനെ വിളിക്കുന്നത്, മമ്മി എന്നായിരുന്നു. അദ്ദേഹം 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും ഇത്രയും ഞാനും ഒക്കെ എവിടുന്നാന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, ഞങ്ങളെ ഇരുത്തി ആ കുടുംബ പ്രാർത്ഥനയില് അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ സങ്കീർത്തനങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും എങ്ങനെയാണ് വിശുദ്ധ ജീവിതമെന്നും നിങ്ങളുടെ അപ്പൻ ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തിനെ എങ്ങനെ മാതൃകാപരമായിട്ട് ശുശ്രൂഷിക്കണം, ഇതൊക്കെ എൻ്റെ അമ്മച്ചി ഞങ്ങൾക്ക് അന്ന് പറഞ്ഞു തരുമായിരുന്നു. അതൊരു അമ്മച്ചി മരിച്ചിട്ട് ചില വർഷങ്ങളായെങ്കിലും നന്ദിപൂർവ്വം ഞാനത് ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ പിതാവ് ഈ ലോകപരമായി അന്ന് ജോലി സാഹചര്യങ്ങൾക്ക് ലഭിക്കാനുള്ള അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജിയാണ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിഗ്രാഫ്. അതിൽ ഡിസ്റ്റിങ്ഷനോടെ എൻ്റെ വാത്സല്യ പിതാവ് പാസ്സായെങ്കിലും ഔദ്യോഗികമായ ഒരു ജോലിയിലേക്ക് കടന്നു പോകുന്നതിലേറെയായിട്ട് കർത്താവ് തന്നെ സ്നേഹിച്ച ആ കർത്താവിന്റെ പാതയിൽ പോകാൻ കുമ്മനാട് ബൈബിൾ കോളേജിലേക്ക് താൻ കടന്നു പോവുകയും അതിനൊരു ചരിത്രമുണ്ട്. പപ്പായും അതേ കൊറ്റനാട് IPC എന്ന് പറയുന്ന സഭയാണ് ഞങ്ങളുടെ മാതൃസഭ. ആ സഭയിൽ ഉള്ള പ്രായമുള്ള ഒരു പിതാവ് ഒത്തിച്ച് അനേക സ്ഥലങ്ങളിൽ പരസ്യയോഗത്തിന് പോകുമായിരുന്നു. അങ്ങനെ ചെറിയ ബാലനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പയ്ക്ക് വളരെയധികം വാക്ചാതുര്യം ഉണ്ടായിരുന്നു. ഈ പരസ്യയോഗത്തിന് കർത്താവിനെ പ്രസന്റ് ചെയ്യാൻ ഒരു വളരെ കഴിവ് കർത്താവ് കൊടുത്തിട്ടുണ്ടാകുന്നുണ്ട്. കുമ്മനാടുള്ള K. എബ്രഹാം നമ്മൾ പറയുന്ന സാറപ്പച്ചൻ പറ്റ്നെ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപിതാവ് ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും എൻ്റെ പപ്പ പറഞ്ഞുള്ള ഓർമ്മയാണ് എനിക്കുള്ളത്. അദ്ദേഹം ഇങ്ങനെ യാത്രയിൽ കടന്നു പോകുമ്പോൾ പല പ്രാവശ്യം ഇതേതാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇത്രയും ശക്തമായിട്ട് മാറി ദൂരെ കൊണ്ട് തൻ്റെ കാറ് നിർത്തിയിട്ട് ഈ പ്രസംഗം ശ്രദ്ധിക്കുമായിരുന്നു. ആരാണ് ഈ പ്രസംഗിക്കുന്നതെന്ന് കണ്ടു കിട്ടാൻ വേണ്ടി അങ്ങനെ അറിഞ്ഞപ്പോഴാണ് റാന്നി സെന്ററിലുള്ള കൊറ്റനാടിലുള്ള ഒരു സഹോദര ഒരു യുവാവാണ് എന്ന് മനസ്സിലായി. അങ്ങനെ അപ്പച്ചനെ പപ്പായെ വിളിക്കുകയും ഉടനെ പറഞ്ഞു, മോനെ നിന്നെ എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ അപ്പച്ചന്റെ പ്രത്യേക അനുവാദത്തോടെ കുമ്മനാട് ബൈബിൾ
കോളേജിൽ ദൈവത്തിന് വചനം പഠിക്കുവാൻ ഇന്ന് ശ്രേഷ്ഠന്മാരായ അനേക കർത്താവിന്റെ ദാസന്മാര് എൻ്റെ പിതാവിനോടൊപ്പം അവിടെ പഠിച്ചവരാണ്. അന്ന് എൻ്റെ പപ്പ കോളേജിന്റെ സെക്ഷന്റെ ലീഡറായിരുന്നു. ക്ലാസ് എല്ലാ കാര്യങ്ങളും വളരെയധികം സൗമ്യതയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് ദൈവം കൊടുത്ത കൃപ അവിടെ ശുശ്രൂഷിച്ചത് മുഖാന്തരമായിട്ട് ഒരുപാട് സ്നേഹിതരും ഒപ്പയ്ക്കുണ്ട്. ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പല ദേവദാസന്മാരും എൻ്റെ പിതാവിനോടൊപ്പം സഹപാഠികളായി അവിടെ പഠിച്ചതാണ്. ഇന്നും അദ്ദേഹം കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അദ്ദേഹത്തിന്റെ മകളായിട്ട് എനിക്ക് ജനിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. എങ്കിലും പിതാവ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിലും എൻ്റെ പിതാവ് വിവാഹം കഴിച്ചത് കുമളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു പട്ടാളക്കാരന്റെ മകളെയാണ്. അന്നത്തെ കാലത്ത് ഒട്ടും അതിശയോക്തി പറയുകയല്ല, എൻ്റെ മമ്മിയുടെ വീട്ടില് അന്ന് 75 കറക്കുന്ന പശുക്കൾ ഉണ്ടായിരുന്ന വീടാണ്. പിന്നെ അതിന്റെ തള്ള പശുക്കളും പിന്നെ കിടാക്കളും ഒക്കെ ആയിട്ട് വലിയൊരു ഫാം നടത്തുന്ന ഒരു സമ്പന്നനായ ഒരു അപ്പന്റെ മകളായിട്ട് ജനിക്കാനും വളരാനും ദൈവം അവസരം കൊടുത്തുവെങ്കിലും എൻ്റെ പിതാവിന്റെ ഭാര്യയായി താൻ തീർന്നപ്പോൾ ഇവിടെ വന്ന് ഒരു ഗ്ലാസ് കടുങ്കാപ്പിക്ക് കളറ് മാറ്റി പാൽക്കാപ്പി എന്ന് പറയുവാൻ കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ പിതാവിനോടൊപ്പം മമ്മി കർത്താവിന്റെ വേല ചെയ്തത്. ഈ കേരളത്തിന്റെ ഒത്തിരി സ്ഥലങ്ങളിൽ മാറി മാറി കർത്താവിന്റെ വേല, ഇന്ത്യ പെന്തക്കോസ്ത് മല്ലപ്പള്ളി ഡിസ്ട്രിക്റ്റിലാണ് താൻ ഏറിയ വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്തത്. ഞങ്ങളുടെ ബാല്യപ്രായങ്ങളെല്ലാം ഫെയ്ത്ത് ഹോമുകളിലാണ് മാതാപിതാക്കളോടൊപ്പം ആയിരുന്ന. ഒത്തിരി തിക്തമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും ഞാൻ ഉള്ളത് പറഞ്ഞാല് ഞങ്ങൾക്ക് കർത്താവിന്റെ വേലയോടോ ഈ പപ്പ ഇങ്ങനെ അനുഭവിക്കുന്ന അനുഭവങ്ങളോടോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യമായ ഒരു കാര്യം. അത് പലർക്കും അറിയാവോ അറിയത്തില്ല. എന്നാലും പപ്പായും അമ്മയും ചോറ് തരണമെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ സഹകരിക്കണമായിരുന്നു, എങ്കിൽ മാത്രമേ തരത്തുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കളിക്കണം, പിന്നെ സഭയിലെ വിശ്വാസികൾ അവരുടെ സാക്ഷി അനുകരിക്കണം, അവരുടെ അന്യഭാഷ അനുകരിക്കണം, അവരെന്താ സാക്ഷ്യം പറഞ്ഞ് അത് കഴിഞ്ഞ് ഞായറാഴ്ച അത് തന്നെ പറഞ്ഞ് ചിരിക്കണം. ഇതൊക്കെയായിരുന്നു. ഞാനായിരുന്നു അതിന്റെ ലീഡർ. എൻ്റെ ഇളയ കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങളപ്പോ അപ്പച്ചന്മാര് പറഞ്ഞ അന്യഭാഷ സാക്ഷ്യം ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ സഭായോഗം നടത്തുന്ന അതൊക്കെ ആ ഒരു കാലം രസകരമായ ഒരു കൊച്ചു കാലഘട്ടമായിരുന്നു ഞങ്ങളുടേത്. വളരെ പരിമിതികൾ, വളരെ ചെറിയ പരിമിതികളാണ് ജീവിച്ചത്. വിശ്വാസ സമൂഹത്തോട് ഞങ്ങൾക്ക് തികച്ചും ദേഷ്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ നേതാക്കന്മാരായിട്ടിരിക്കുന്നവരോട് ഞങ്ങൾക്ക് തമ്മിണ്ടാൻ പോലും ഇഷ്ടമില്ല. കാരണം ഞങ്ങൾ ചെറിയ തെറ്റ് ചെയ്താലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട നമ്മുടെ പവർ വിഷനിലെ പാടിയുന്ന ബിജു കറുകയിൽ എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ദാസന്റെ അനുഭവത്തോട് വളരെ റിലേറ്റഡ് ആണ് ഞങ്ങളുടെ ജീവിതം. അത്ര ഞങ്ങളെ പൈത്തോമി ഇറക്കി വിട്ടിട്ടൊന്നും ഇല്ല, എങ്കിലും അതുപോലുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കുഞ്ഞൊരു ചെറിയ തെറ്റ് ചെയ്താലും അത് പാസ്റ്റർ പിള്ളേരാ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങൾക്ക് അടുത്തുപോലും പോയിട്ടില്ല. പക്ഷെ അത് ഞങ്ങളുടെ തലമേൽ എന്ത് ചെയ്യുമായിരുന്നു, അവര് ഇത് കേൾവിക്കാരായിട്ടുണ്ടവരെ ആരെയും ഞാൻ പരാമർശിക്കുമല്ല, സ്തോത്രം, അവർ പലരും ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. ഞങ്ങളിങ്ങനെ കൂടുമ്പോഴൊക്കെ പറയും, നിങ്ങൾ എന്നെ ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് ചിരിയോട് പറയാറുണ്ട്. എന്നാലും അന്ന് ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനും വളരെയധികം പ്രയാസമായിരുന്നു. പലപ്പോഴും ഞങ്ങൾ 5 മക്കളും ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുടുംബയോഗങ്ങളിൽ മീൻസ് കോട്ടേജ് മീറ്റിങ്ങുകളിൽ ഞങ്ങൾ പോകത്തില്ല. കാരണം പാസ്റ്ററും പിള്ളേരും എല്ലാം വന്നു എന്ന് പറഞ്ഞ് ആ ഒരു പരിഹാസം ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ എൻ്റെ മമ്മി വെച്ച് തരുന്ന കഞ്ഞിയും പയറും വളരെ തൃപ്തിയോടെ കഴിച്ച് രാവിലെ ഉച്ചയ്ക്കും എൻ്റെ ഇളയ സഹോദരൻ പറയുമായിരുന്നു, നമുക്ക് ഇന്ന് കയറും പഞ്ഞി, നാളെ പഞ്ഞിയും കയറുമാണ് എന്ന്. അതിനെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹാസ്യമായിട്ട് പറയുമായിരുന്നു. അപ്പം കഞ്ഞിയും പയറും, പിന്നെ പയറും കഞ്ഞി, പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പറയാം, ഞങ്ങൾ ഒരു കുറെ വർഷങ്ങളോളം ഞങ്ങളൊരു മീറ്റോ ബീഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഞങ്ങളുടെ വീട്ടിൽ 1 കിലോ ഇറച്ചി പോലും വാങ്ങിയിട്ടില്ല. കാരണം എൻ്റെ പിതാവിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങളെ അറ്റപ്പറ്റ കുഞ്ഞുങ്ങളെ 4 പേരെ ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ വസ്ത്രം, ഞങ്ങളുടെ മറ്റു കാര്യങ്ങള്. അതുകൊണ്ട് അതിനകത്ത് നിന്ന് വളർന്നു. ഒരു ദിവസം പോലെ അത് വേണമെന്ന് ആഗ്രഹിക്കാൻ എനിക്കൊരു ഇറച്ചിയുടെ ടേസ്റ്റ് പോലും അറിയത്തില്ലായിരുന്നു. വാസ്തവം പറഞ്ഞ വിവാഹ കല്യാണങ്ങൾക്കൊന്നും തന്നെ ഞങ്ങൾ അങ്ങനെ പോകാറില്ല. പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ ആദ്യമായിട്ടൊരു ചപ്പാത്തി കഴിച്ചത്
എനിക്ക് തോന്നുന്നു എനിക്കൊരു 15 വയസ്സായപ്പോഴാണ് തോന്നുന്നു ചപ്പാത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾ കണ്ടത്. കാരണം അന്ന് പശ്ചിമ ബംഗാളിൽ ഉള്ള മിനിസ്ട്രി ചെയ്യാൻ പപ്പായുടെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ദേവദാസന്മാരും കൂടെ അവിടെ ചെന്നിട്ടാണ് അപ്പൊ ഇപ്പൊ ഈ ഗോതമ്പ് കുഴച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് അന്ന് ആദ്യമായിട്ട് സ്റ്റീൽ പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിലെ ഒരു പിന്നെ 10 തുടം കൊള്ളുന്ന അറിയാമല്ലോ ഒരു വൈൻ കുപ്പി പണ്ടൊക്കെ ഉള്ളതാണ്, ഇപ്പൊ അത് കാണാനില്ല. ആ വൈൻ കുപ്പി വെച്ച് ഇങ്ങനെ ഉരുട്ടിയിട്ട് എൻ്റെ പപ്പ ചപ്പാത്തി ആദ്യമായിട്ട് പരത്തി അന്ന് ദോശ ഉണ്ടാക്കുന്ന ഇരുമ്പ് കല്ലുണ്ട് അതിലിട്ടിട്ട് അയ്യോ ഞാൻ ആ രുചിയൊന്നും ഒരിക്കലും മറക്കുകയില്ല. കാരണം പപ്പ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി തന്നു. ഇന്ന് ദേവദാസന്മാരുടെ ആയാലും എന്തെല്ലാം ഡിഷുകളാണ് നമുക്ക് അറിയ പോലും ചെയ്യാത്ത ആഹാരങ്ങൾ പല രാജ്യങ്ങളിൽ പോയി കഴിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞാൻ നല്ല കാലമൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുമായിരുന്നു. സ്തോത്രം. ഇതൊരു മീഡിയ ആയതുകൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്, സോറി. സ്തോത്രം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങളുടെ ബാല്യകാലം കഴിഞ്ഞു. മാന്യമായ വിദ്യാഭ്യാസമൊക്കെ ഞങ്ങൾക്ക് വാത്സല്യ പിതാവ് തന്നു. പിന്നെ എൻ്റെ വിവാഹം ഇനി അങ്ങോട്ട് ഒരുപാട് പറഞ്ഞാൽ മണിക്കൂറുകൾ എടുക്കും, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഞങ്ങളുടെ വിവാഹം എൻ്റെ വളരെ ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് തന്നെ എൻ്റെ വിവാഹം ഒരു പൗരാണിക കുടുംബത്തിൽ എന്നെ വിവാഹം കഴിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാൻ മറന്നുപോയത്, അന്ന് ഞങ്ങള് പെരുമ്പട്ടി ഇന്ത്യ ബന്ധക്കോസ് സഭയിലെ പാസ്റ്ററായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു അവിടെ. എൻ്റെ ഏജും 1-2 വയസ്സ് എളുപ്പവും മൂപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു 8-10 പിള്ളേർ മേലെ ഞങ്ങൾ ഒന്നിച്ചാണ് സൺഡേ സ്കൂൾ പഠനങ്ങളും ഒക്കെ. ആ സമയങ്ങളിൽ അവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇവരെല്ലാവരും എഴുന്നേറ്റ് സമർപ്പിച്ചു പറഞ്ഞു സ്നാനം എനിക്ക് വേണമെന്ന്. എന്നാൽ ആ സ്നാനം ഏൽക്കുവാനായിട്ട് എന്നെയും പപ്പ നിർബന്ധിച്ചു, മോള് ഇനിയിപ്പം ഹൈസ്കൂളിലൊക്കെ ആയല്ലോ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് സ്നാനം എന്തിനാണെന്നോ സ്നാനപ്പെടുന്ന എന്തിനാണെന്നോ നമുക്കറിയത്തുമില്ല. അത് അറിയാനുള്ളൊരു ആഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞു എല്ലാവരും അപ്പം ശരി എന്നാ ഇനി പപ്പായുടെ നിർദ്ദേശപ്രകാരം ഞാനും എഴുന്നേറ്റ് പറഞ്ഞു എനിക്കും സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഒരു രക്ഷയുടെ അനുഭവവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പരമാർത്ഥമായ ഒരു കാര്യമാണ്. എങ്കിലും ഞാനും അങ്ങനെ പറഞ്ഞു. എൻ്റെ പിതാവ് തന്നെ എന്നെ ഒരു തോട്ടില് സ്നാനപ്പെടുത്തി. ആ സ്നാനപ്പെടുത്തി അന്ന് തന്നെ ഞാനും എൻ്റെ മമ്മി അത് ഞാനിപ്പോ തുറന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് സ്നാനപ്പെട്ടതിന് ശേഷം കയറി വന്നിട്ട് എന്താ പറയാ മാറി. അപ്പൊ എല്ലാവരും വെള്ളം ഇട്ടോണ്ടാണ് അന്ന് ചാലയത്തിൽ കയറിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നത് നല്ലത് വെച്ച് മുങ്ങി കഴിഞ്ഞ് എനിക്ക് കയറി വന്നപ്പോ ചർച്ചിലേക്ക് കയറാനായിട്ട് എനിക്ക് ഡ്രസ്സില്ല. ഒരു പെൺകുഞ്ഞായതുകൊണ്ട് എല്ലാ ഡ്രസ്സുകളും വേണമല്ലോ. എനിക്കത് ഇടാനില്ലാത്തതുകൊണ്ട് 10 മണിക്ക് സഭായോ വത്തമ്പാറൊക്കെ അടിച്ച് വളരെ ശക്തമായിട്ട് അവിടെ ആരംഭിച്ചെങ്കിൽ ഞാൻ 10 മണിയായി 11 മണിയായിട്ടും ഞാൻ സഭായോഗത്തിന് കയറിയില്ല. അന്ന് കാര്യം അറിയാതെ എൻ്റെ പപ്പ എന്നെ നന്നായി തല്ലുകയും ചെയ്തു. എനിക്ക് പപ്പയോട് വളരെ അമർഷം തോന്നി. കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് ഒന്ന് വെയിലത്തൊട്ട് എല്ലാവരും ഒന്ന് കയറിയിട്ട് വേണമല്ലോ എനിക്കിത് കൊണ്ടൊന്ന് വെയിലത്തിടാന്. ഞങ്ങളുടെ ഫെയ്ത്തോവിന് പുറകെ കുറെ പാറയുണ്ട്, അപ്പം അവിടെ കൊണ്ടിടണം. ഇത് കൊണ്ട് ഇട്ട് ഉണങ്ങിയിട്ട് വേണം എനിക്ക് കയറിയിരിക്കാനായിട്ട്. അപ്പം എനിക്ക് ഇന്ന ഡ്രസ്സായിട്ടും ആ ഒരു ജോഡി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഉണക്കി എന്തെങ്കിലും ഒന്ന്. അപ്പൊ ഇനി ചിരട്ടയിട്ട് പിന്നെ അന്ന് ഈ ഇലക്ട്രിക് ഉള്ള തേപ്പ് വെട്ടിയില്ല, അന്ന് ചിരട്ടയിടണം. അപ്പൊ ചിരട്ടയിട്ട് കത്തിച്ചിടാനുള്ള ഒരു സമയവും ഇല്ല. ഫെയ്ത്തോ നിറച്ച ആള് ഒരു കൂട്ടര് വെള്ളം കുടിക്കുന്നു. പിന്നെ അപ്പോഴത്തേന് ചർച്ചിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. സ്നാനപ്പെട്ടതിന്റെ സന്തോഷത്തിന് പേരൻസും എല്ലാം വന്ന് അന്ന് ക്യാമറമാനെ കൊണ്ടുവന്ന് ഫോട്ടോ എടുപ്പിക്കുന്നു. അങ്ങനെയൊക്കെയാ. അപ്പം ഇത് കഴിഞ്ഞ് വേണമല്ലോ എനിക്കിതൊന്ന് ഇടാനായിട്ട്. ഞാൻ വന്ന് ഒരു കണക്കിന് വെയിലത്തൊക്കെ ഇട്ട് അതിന്റെ വലിയ വെള്ളമൊക്കെ ഒന്ന് മാറ്റി മറ്റ് ഉണങ്ങിയ തുണിയിലൊക്കെ വെച്ച് പിഴിഞ്ഞിട്ട് ചെന്നപ്പെടുത്തേന് സാക്ഷ്യത്തിന്റെ സമയമായി. സ്തോത്രം. എൻ്റെ പപ്പ എന്നെ ഒന്ന് ക്രൂരമായിട്ടൊന്ന് നോക്കി, നീ എവിടെ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. അപ്പം എനിക്കിത് പറയാനും പറ്റില്ലല്ലോ. മമ്മിയോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, കാരണം മമ്മിക്കൊന്നും ചെയ്യാനായിട്ടൊരു നിവൃത്തിയുള്ളവളല്ലായിരുന്നു. അതുകൊണ്ട് സ്നാനം കഴിഞ്ഞ് പപ്പ എന്നെ തല്ലുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ട് ഞാൻ വർഷങ്ങളോളം എൻ്റെ പപ്പായോട് എനിക്ക് അതിൻ്റെ ദേഷ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു. അത് എന്ത് പപ്പ കാര്യം അറിയാതെ. എനിക്ക് തോന്നുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പപ്പയുടെ കാര്യം പറഞ്ഞു. പപ്പ തകർന്ന് പൊട്ടിക്കരഞ്ഞു. കാരണം അറിയാതെയാണല്ലോ കുഞ്ഞിനെ ശുശ്രൂഷിച്ച. കാരണം ഒരു ആൺപിള്ളേരാണ് ഇനിയിപ്പോ അടിവസ്ത്രങ്ങൾ ഇല്ലേലും കുഴപ്പമില്ല, അവർക്ക് കയറിയിരിക്കാം. ഒരു പെൺകുഞ്ഞാണല്ലോ, ഞാൻ ചെറിയ കുട്ടിയാണേലും എനിക്ക് അതിൻ്റെതായിട്ടുള്ള ആവശ്യമുണ്ടല്ലോ. ഞാൻ വളരെയധികം സങ്കടമുള്ളവളായിട്ടാണ് അന്ന് ആരാധനയിൽ കയറിയത്. കർത്തൃമേശയൊന്നും ഞാൻ ഏതാണ്ട് റൊട്ടിയും വെള്ളവും കഴിച്ചു എന്നല്ലാതെ എനിക്കൊരു ആത്മീയ ഫീലിങ്ങും ഉണ്ടായിരുന്നില്ല.
ആ ദിവസങ്ങളെല്ലാം കടന്നുപോയി. സ്തോത്രം, പ്രൈസ് ലോർഡ്. പിന്നെ ഞാൻ പറഞ്ഞില്ല വിവാഹം, അതേ തുടർന്ന് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ചില നാളുകൾ 2-3 വർഷം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞ് വയറ്റില് ഞാൻ പ്രഗ്നന്റ് ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. അപ്പോഴത്തേനും ഒരു 10-20 വയസ്സ് കഴിഞ്ഞു. അപ്പോഴ് ഞാൻ ഈ വീട്ടില് എൻ്റെ എൻ്റെ ഹസ്ബൻഡിന്റെ പാരൻസും ഒക്കെ ഞാൻ ഇവിടെ തനിയെ ഇവരുടെ ഒരു ഈ അറയും നിലയൊക്കെ ഉള്ള ഒരു പഴയ പുരാതന വീടാണ്, ഒരുപാട് മുറികളും ഒക്കെയുള്ള അരമതിലും ഒക്കെയുള്ള വീട്. അതുകൊണ്ട് ഞാൻ ആ അടുക്കളയുടെ സൈഡിലുള്ള ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇനി എന്റെ തുടർന്നുള്ള കാലങ്ങൾ എങ്ങനെ ആയിരിക്കും. അപ്പൊ ഞാൻ അന്ന് എന്താ പറഞ്ഞ പഠനം പാതി ഉപേക്ഷിച്ച നിലവാരത്തിലും ഹസ്ബൻഡും അങ്ങനെ മറ്റു ജോലി കാര്യങ്ങളൊന്നുമില്ല. തുടർന്ന് എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതിനെ പറ്റി വിചാരിക്കാനുള്ള ഒരു പ്രായവുമായിട്ടില്ല. പിന്നെ ഇനി എന്തായിരിക്കും എൻ്റെ അവസ്ഥിതികൾ എങ്ങനെയാണ്, ഞാൻ ഇനിയും അധികം 5-8 മാസം കഴിയുമ്പം ഞാനൊരു കുട്ടിയുടെ അമ്മയാകും. ആ ചിന്തകൾ എന്നെ ഭരിക്കാൻ തുടങ്ങി. ഞാൻ ഈ ചിന്തകളുമായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു അസാധാരണ ദൈവസാന്നിധ്യം എൻ്റെ മേൽ വന്നു. അതെനിക്ക് പറയാനായിട്ട് പറ്റിയില്ല. ഞാനവിടെ ഏകയായിട്ട്, ഈ വീട്ടിൽ ആരുമില്ല. ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ സ്നേഹിക്കും? അതിനെന്താ എനിക്ക് അനുഭവം ഉള്ളത്? എപ്പോഴും കുറെ നിന്ദകളും കുറെ വാക്കുകളും കുറെ പരിഹാസങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഞങ്ങളാരും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെ ആരും ചേർത്ത് പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇല്ലായ്മകള് ഒന്നും മനസ്സിലാക്കി ഞങ്ങൾക്ക് നല്ലൊരു വസ്ത്രം ആരും വാങ്ങി തന്നിട്ടില്ലല്ലോ. എൻ്റെ അപ്പന് അതിനുള്ള ഒരു പ്രാപ്തിയില്ല. അപ്പൊ എന്താണ് ഇനി എൻ്റെ ജീവിതം മുന്നോട്ട്? അപ്പൊ ഇങ്ങനെ കാറ്റടിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് ഫീൽ ചെയ്യുക. ആ ഫീലിംഗിൽ ഞാൻ കരയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ട് ഞാൻ കരഞ്ഞു. അപ്പൊ ഒരു വിഷമം ഹൃദയത്തിനകത്ത്. പക്ഷെ കരയും തോറും എനിക്ക് അതിന്റെ ഭാരം എന്തെന്നറിയാമോ, കുറയുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായി. അമ്മ എനിക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, എന്നെ ഇങ്ങനെ ആരും സ്നേഹിക്കുന്നത് പോലെയോ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു തഴുകലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിനായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണമേ എന്ന്. അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത്. ആ അവസ്ഥയിലൂടെ കർത്താവ് എന്നെ കടത്തിവിട്ടു. എൻ്റെ മകളുടെ അപ്പൊ ഞാൻ ദൈവത്തോട് തീരുമാനം ചെയ്തു, കർത്താവെ, അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ കർത്താവ് ഞാൻ ആശുപത്രി, അതെൻ്റെ ഒരു പൊട്ട തീരുമാനമാണെന്ന് വേണേൽ പറയാം, ആശുപത്രിയിലൊന്നും പോകത്തില്ല. ആശുപത്രി പോകാൻ, സത്യം പറഞ്ഞാൽ ആശുപത്രി പോകാനുള്ള പൈസ ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അതിനും വേണേ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി ചോദിക്കണം. അതിനും മേലാത്തോണ്ട് ഞാൻ ഈ തീരുമാനം ദൈവത്തോടങ്ങ് പറഞ്ഞു, കർത്താവ്, ഇവിടെ ഈ കുഞ്ഞ് ഉണ്ടാകുന്നത് വരെ ഞാൻ ആശുപത്രിയിൽ അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞു. ഏതായാലും കൃപയാ പ്രസവത്തിന്റെ ദിവസം വരെയും ഞാനൊരു ടാബ്ലറ്റ് കഴിക്കുകയോ, ഈ വീട്ടിലെ പാലും മുട്ടയും അത്യാവശ്യ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും ആപ്പിൾ അതൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ തന്നു. ഞാൻ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഈ കുഞ്ഞിനെയും, അന്ന് ഞങ്ങൾക്ക് ആകെ ഉപജീവനമാർഗം എന്ന് പറയുന്നത് എൻ്റെ പപ്പ വാങ്ങി തന്ന ഒരു പശുവാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പാല് കിട്ടും, അത് ഞങ്ങൾ കൊടുക്കും, ബാക്കിയൊക്കെ എനിക്ക് കുടിക്കാൻ തരും. അങ്ങനെ ഡെലിവറിയുടെ അന്നും ഞാൻ പശുവിനെ കറന്നു. അപ്പൊ എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന 2 ജോലിയാണ്. ഒന്ന്, നന്നായിട്ട് പശുവിനെ കറക്കാൻ അറിയാം, നന്നായിട്ട് പുല്ല് ചെത്താൻ അറിയാം. അങ്ങനെ ഒന്നും ആകണമെന്നല്ല വിചാരിച്ചത്, പക്ഷെ എന്തുകൊണ്ടൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ ഡെലിവറിയുടെ പെയിനൊക്കെ ആയപ്പോഴേ ഇവിടെ വന്ന് എന്നെ അന്ന് IPC മേൽപ്പാടം സഭയിലാണ് എൻ്റെ പിതാവും മാതാവും ശുശ്രൂഷിക്കുന്നത്. അപ്പൊ മമ്മി പെയ്തോ അവിടുന്ന് ചർച്ചിൽ നിന്ന് വന്നു, എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നു. ഏതാണ്ട് 1-2 ദിവസം ഞാൻ ആ പെയിൻ വളരെയധികം കഷ്ടപ്പെട്ടു. നോർമലി ഒരു ഡെലിവറി നടക്കത്തില്ല എന്നുള്ളത് അയൽക്കാർ അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ അറിയാലോ, നോർമലി പറഞ്ഞു അത് ഒരിക്കലും തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ആശുപത്രിയിലൊന്നും പോകണ്ട, ഞാൻ അങ്ങനെ ഒരു ദൈവം എന്നെ സഹായിക്കുന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ തന്നു. എന്നാൽ അതിനുള്ള ഒരു ആരോഗ്യമൊന്നും എൻ്റെ ശരീരത്തിലില്ലെങ്കിലും ദൈവം എന്നെ സഹായിച്ചു.
പ്രസവത്തിന് ആ ഒരു അർദ്ധരാത്രി സമയം ഒരു ജൂലൈ മാസത്തിലാണ്. അതിന്റെ 11-ാം തീയതി രാത്രി സമയം, രാത്രി 1:45 2 മണിയോട് അടുക്കാറായ സമയത്തും എനിക്ക് ഡെലിവറി നടക്കത്തില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അമ്മ നമ്മുടെ കൂടെയുണ്ട്, പ്രായമുള്ള ഒരു അമ്മയും ഉണ്ട്. അവരെ ഈ മലയാള ഭാഷയിലെ പ്രസവമൊക്കെ എടുക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവര് പറഞ്ഞു ഈ ഒരു കേസ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലാണ്, ബ്ലീഡിങ് അതിഭയങ്കരമായിട്ട് നടക്കുന്നു, ഇനിയൊരു ആരോഗ്യത്തോടെ ശ്വാസം എടുത്ത് ഡെലിവറി ചെയ്യാൻ ഈ പെൺകുഞ്ഞിന് കഴിവില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആ മുറിയിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് അങ്ങ് മാറി. ഒരൊറ്റപ്പെട്ട ഒരവസ്ഥ. എന്റെ മാതാവും മമ്മിയാണേലും 5 പ്രസവിച്ചതായതുകൊണ്ട് മമ്മിക്ക് അതിന് ബുദ്ധിമുട്ടുള്ള അറിയാം. മമ്മിയും ആകെ അങ്ങ് തകർന്നു. എന്റെ പ്രായമുള്ള എന്റെ മാത്സല്യ മാതാക്കൾ 2 പേര് ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോ പപ്പ അടുത്തൊരു മുറി, പപ്പ വളരെ ആരോഗ്യവാനായിട്ടായിരുന്നെങ്കിലും ഈ പ്രയാസത്തിന്റെ ഈ സമയത്ത് പപ്പയ്ക്ക് എന്താ പറയാ, കിടുകിട വിറയ്ക്കുന്ന പോലെ 1ഉം 2ഉം പുതപ്പ് പപ്പ പുതച്ച് കിടക്കുക. അങ്ങനെ ഞങ്ങളുടെ വീടൊരു അവസ്ഥയിലോട്ട് പോകാനിടയായി. മമ്മി പറഞ്ഞു, പപ്പ അങ്ങനല്ല, നമ്മൾ വിചാരിക്കുന്നുണ്ട്, വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ്, അവൾക്കിനി അതിനുള്ള ഹെൽത്ത് ഇല്ല, അവൾ ആകെ ടയേർഡാണ് എന്ന് പറഞ്ഞു. ബ്ലീഡിങ് മാത്രം, കുഞ്ഞിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രം വന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്താലും വരത്ത് മണിക്കൂറുകൾ കഴിയുക. അപ്പൊ ഈ അമ്മ പറഞ്ഞു ഈ കുട്ടി മരിച്ചുപോയി, ഇനി അതിന് ജീവനില്ലാത്ത ഒരു കുഞ്ഞിനെ ഇനി ഡെലിവറി ആയി അത് പ്രയാസമായിട്ട് തീരുമെന്ന് പറഞ്ഞ ആ അമ്മയെ അവിടെ നിന്ന് അങ്ങ് മാറി. പക്ഷെ എന്റെ വാത്സല്യ പിതാവ് ആ മുറിയിലേക്ക് കടന്നു വന്ന്, ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്, എൻ്റെ തല പപ്പാടെ ഉള്ളം കയ്യിലേക്ക് എടുത്തതിന് ശേഷം എൻ്റെ പപ്പ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലെ 1-2 വാചകം മാത്രമേ പ്രിയ ജോയ്സാൻഡി ഞാൻ കേട്ടുള്ളൂ. ബാക്കി സമയം ഒരു എന്താ പറയാ, അനസ്തേഷ്യ തന്നാൽ ഇതുപോലെ ഉറങ്ങുകയില്ല, അതുപോലെ ഞാനൊരു ഗാഠമായ ഉറക്കം എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ആ ഉറക്കത്തിന്റെ ഇടയിൽ ഞാൻ അത് എത്ര മിനിറ്റ് ഞാൻ ഉറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഡെലിവറി നടന്നത് ഏത് സമയാന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടു എൻ്റെ മമ്മി ഒരു കുഞ്ഞിനെ, പെൺകുഞ്ഞാന്ന് പറഞ്ഞ് സ്തോത്രം 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 എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ ഇങ്ങനെ കാലെ പൊക്കി പിടിക്കുന്ന ഒരു കാഴ്ച കണ്ട ഞാൻ തല ഉയർത്തി നോക്കുമ്പം അതിനിടയിൽ ഏതോ സമയത്ത് ദൈവം എനിക്ക് പ്രസവത്തിനായിട്ടുള്ള അവസരം നൽകി തന്നു. വാസ്തവത്തിൽ വേദന അറിയാതെ അതിനു മുമ്പൊക്കെ കഠിനമായ അസ്വസ്ഥകളായിരുന്നു എങ്കിലും ആ സമയത്ത് ദൈവം തന്നെ എൻ്റെ ഡെലിവറി നടത്തുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അതെന്റെ ജീവിതത്തിന്റെ വലിയൊരു അനുഭവമായിരുന്നു. എന്നാലേ അപ്പം ഇങ്ങനെ എന്നെ ഉള്ളിൽ ചിന്തിപ്പിക്കാനായിട്ടുള്ള ഒരനുഭവം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അത് നടന്നു. ഞാൻ അതുകൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് കാരണമായെന്നുള്ളൂ. എൻ്റെ ഈ വീടിനടുത്ത് കരിയമ്പലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് WME എന്ന് പറയുന്ന ഈ കേരളത്തിലെ മലയാള കൺവെൻഷനുകളിൽ വലിയൊരു കൺവെൻഷനാണ്. അവിടുത്തെ കുമ്പനാട് കൺവെൻഷനിൽ പോകുന്നതിനേക്കാളും ഒരു കാഴ്ചയാണ് ഈ ഇവിടെ എന്ന് വെച്ചാൽ ഒരു 100 അല്ല 200 അല്ല അത്രയും ദൈവത്തിന്റെ ദാസന്മാര് ഈ സ്റ്റേജിൽ ഒരുമിച്ച് ചേർന്നിട്ട് ഈ എല്ലാ ദിവസത്തിന്റെ അവസാന സമയത്ത് അത് നമുക്ക് ഉണ്ടല്ലോ, എനിക്കത് വർണ്ണിക്കാൻ പറ്റിയല്ല. അത് എന്ത് പറഞ്ഞ ഒരു വെള്ള വസ്ത്രമായ എല്ലാവരും, ഒരാൾ പോലും അതിനകത്ത് വെള്ളയില്ലത്, ഈ കുഞ്ഞരിപ്രാക്കൾ നിൽക്കുന്നത് പോലെ ആ കൺവെൻഷന്റെ അവസാനത്തെ ദിവസം 10,000 പേർകളിൽ പരമസുന്ദരൻ സേസപ്പച്ചൻ എഴുതിയ മനോഹരമായ പാട്ട് സ്വയം രാജിക്കുട്ടി ഉൾപ്പെടെയുള്ള ആ ഒരു ദൈവദാസന്മാര് ഈ പാട്ട് ആ സ്റ്റേജിൽ നിന്ന് പാടുന്ന ഒരു സന്ദർഭം. അപ്പൊ ഇത് ഞാൻ ഒട്ടും മിസ്സാക്കത്തില്ല. അവിടെ പോകും. അപ്പോഴത്തേന് രാത്രി 11 മണിയൊക്കെ കഴിയും ആ പാട്ട് പാടുമ്പോ. 10,000 പേർകളി പരമസുന്ദരനായ എന്ന് പറഞ്ഞ ആ പാട്ടം അങ്ങോട്ട് ആത്മാവി പാടുമ്പോ ഒരു പ്രത്യേക ഒരു ലോകത്താ നമ്മള്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തായതുകൊണ്ട് സ്കൂളില് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ലീവ് തരും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ കൺവെൻഷന് പോയി. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എൻ്റെ ഈ കഴുത്തിന് കൊണ്ട് ഒരു ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥി പുറത്തോട്ട് വളർന്നിട്ട് അങ്ങ് ഒരു 10 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും എൻ്റെ ഈ മുഴ കണ്ടാൽ അറിയാം. അപ്പൊ ഈ പിള്ളേർ എന്നെ പതുക്കെ തൊണ്ടമുഴച്ചീന്ന് ആ പെണ്ണില്ലേ അങ്ങനെ ഒരു കളിയാക്കൽ പേര് വന്നുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എന്ത് ചെയ്യുന്നറിയാമോ, അന്ന് ഈ കഴുത്ത് പൊങ്ങിയ ബ്ലൗസുകളാണല്ലോ ഇടുന്നത്. ചുരിദാറൊന്നും അത്ര അങ്ങോട്ട് പോപ്പുലർ ആയിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കൈ എപ്പോഴും ഞാൻ ഈ കഴുത്തെ പിടിക്കും. അപ്പൊ ഇപ്പൊ അധ്യാപകർ എപ്പോഴും എന്നോട് പറയും കുഞ്ഞെന്തിനാ എപ്പോഴും ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞ് മാറ്റിപ്പിക്കും. പക്ഷെ അവർക്ക് പ്രശ്നം അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ വഴിയെ നടക്കുമ്പോഴും
ഈ കൈ ഇങ്ങനെ ഇരിക്കും. അതങ്ങ് പരിചയമായി പോയി. അങ്ങനെ ഞാൻ അവിടെ ആ കൺവെൻഷൻ സ്ഥലത്ത് ചെന്നപ്പോഴും എനിക്ക് പ്രയാസമുണ്ട്. ഭയങ്കര ദുഃഖിതയാണ് ഞാൻ ആ ഒരു കാര്യത്തില്. പക്ഷെ എന്റെ പേരൻസ് എത്രത്തോളം ബോധേടെന്ന് അറിയില്ല. എന്നെ ഹോമിയോയിൽ എങ്ങാണ്ട് കൊണ്ട് കാണിച്ച് എനിക്ക് അതിന് മരുന്നൊക്കെ വാങ്ങി തരുമൊക്കെ ചെയ്തായിരുന്നു. അന്നേരം ആ സമയത്ത് ഈ കൺവെൻഷന് ഞാൻ വന്നു. അന്ന് തമിഴ്നാട്ടിലുള്ള ഒരു ദൈവത്തിന്റെ ദാസനാണ് അന്ന് ആ മീറ്റിങ്ങിന് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന് കേവലം 22 or 23 വയസ്സ് മാത്രമേ ആ പ്രായമുള്ളൂ. അദ്ദേഹം ആ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗത്തിന്റെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ പെൺപിള്ളേരുണ്ട്. അപ്പൊ അതിനകത്ത് ഉണങ്ങി കപ്പലണ്ടി വറുത്തത് കിട്ടും. അത് കഴിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഞങ്ങളുടെ എല്ലാം കൈകളിൽ അന്ന് 1 രൂപയോ 50 പൈസയെ കൊടുക്കാമെങ്കിൽ കൈ നിറച്ച് കപ്പലണ്ടി കിട്ടും. ഈ കപ്പലണ്ടി ഒക്കെ വാങ്ങി ഞങ്ങൾ ആ കൺവെൻഷന്റെ മൂലയില് ഭയങ്കര വർത്തമാനമൊക്കെയാ. പക്ഷെ പെട്ടെന്ന് ഈ പ്രസംഗിക്കുമ്പം ഈ കർത്താവിന്റെ ദാസൻ ഞാൻ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ടുണ്ട്. അവൾ തൊണ്ടയ്ക്ക് മുഴയായി ഗോയിറ്റർ അല്ലെങ്കിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വളരെ മാനസികമായിട്ട് തകർന്നുടഞ്ഞ ഒരു പെൺകുഞ്ഞ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് അവളെ സുഖമാക്കും. ഇത് കേട്ടോണ്ട് അവരെല്ലാം ആ ഒരു കപ്പലണ്ടി കഴിക്കുന്നതിന്റെ ആ ഉത്സാഹത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റേജിലോട്ട് നോക്കി. ഇദ്ദേഹമാണ് എന്നെ നോക്കി. സായിപ്പിനെ പോലെ ഇരിക്കും അദ്ദേഹത്തെ. നല്ല സൗന്ദര്യമുള്ളൊരു യൗവനക്കാരനായ ദേവദാസൻ എന്റെ നോക്കി ഇങ്ങനെ. അപ്പൊ ഞാൻ നോക്കിയോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കൈകളെടുത്ത് എൻ്റെ തൊണ്ടയിലേക്ക് കൊണ്ടുവന്നു. കർത്താവേ, അദ്ദേഹം വെളിപ്പെട്ട ആ ആള് ഞാനായിരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കർത്താപ്പച്ചനോട് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സുഖമാക്കണേന്ന്. പക്ഷെ എനിക്കൊന്നും മാറിയില്ല അവിടെ തന്നെ. അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഞാൻ വളരെയധികം ക്വയറ്റായിട്ടാ എന്തോ പറ്റിയടി എന്ന് എന്നോട് ചോദിച്ചു. എന്തോ അടി വേണ്ട എല്ലാം ഞങ്ങൾ എന്നോട് പിണങ്ങി. അന്ന് നമ്മൾ ചോദിക്കുമല്ലോ, എന്നോട് പിണങ്ങിയാണോ, എന്നടി മിണ്ടാത്തെ, അതുപോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പക്ഷെ വീട്ടിൽ ചെന്നു. അന്ന് ഫെയ്ത്ത് ഹോമിലാണ് ഞാൻ ആരോടും മിണ്ടിയില്ല. ആഹാരമൊക്കെ കഴിക്കുമ്പോഴും ഒരു മൂടിയായിട്ട് പെട്ടെന്ന് ഓടിപ്പോയി കണ്ണാടി മുന്നിൽ നോക്കുമ്പോൾ ഒന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രിയിലായിരിക്കും കർത്താവ് സൗഖ്യമാക്കുന്നത്. അന്ന് രാവിലെ എഴുന്നേറ്റ് പോയിട്ട് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ, അപ്പൊ ഒരു ശനിയാഴ്ച പകല, കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയ മുഴ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. സെക്കൻഡ് ഡേ ശനിയാഴ്ചയും ഈ മുഴ ഞാൻ വന്ന് നോക്കിയിട്ടും മുഴയൊന്നും പോയിട്ടില്ല. 3-ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂൾ പഠിക്കാൻ കാരണം അപ്പോഴും ഈ തൊണ്ടമുഴ അതേ ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, മമ്മി അപ്പൊ ചോദിച്ചു എന്തോ അടി എപ്പോഴും പോയി കണ്ണാടിയുടെ മുന്നേ പോയി നോക്കുന്നേ. അപ്പൊ എനിക്ക് ഇഷ്ടം ഒത്തിരി മുടിയുണ്ടെന്ന്, ചെറുപ്പമായിരുന്നു ആ സമയത്ത്. ഞായർ കഴിഞ്ഞു, പിന്നെ എന്റെ വിട്ടു. ഞാനിവിടെ ചെറിയ പിച്ചും അടിയും വഴക്കൊക്കെ പിള്ളേരുണ്ടാകുന്നു, അപ്പൊ ദൈവത്തിന് എന്നോട് സ്നേഹമൊന്നും കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് വിട്ടു. പക്ഷെ അത്ഭുതം എന്ന് പറയാം, തിങ്കളാഴ്ച രാവിലെ തലമുടി ചീകാൻ വേണ്ടി അവിടെ തിണ്ണയിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ കണ്ണാടിയാകാൻ കൊള്ളത് അവിടെ ചെന്ന് നോക്കുമ്പോ എന്റെ ഈ തൊണ്ടയ്ക്കുണ്ടായ ആ മുഴ എന്റെ ശരീരത്തിൽ ഇല്ല. ഞാൻ ഭയങ്കര സന്തോഷത്തോടെ മമ്മിയുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, മമ്മി അന്ന് ഞങ്ങളുടെ ലോക്കൽ ചർച്ചിന്റെ കൺവെൻഷൻ അന്ന് തുടങ്ങുക തിങ്കളാഴ്ച. അതുകൊണ്ട് മമ്മി രാവിലെ മീനെല്ലാം വന്നു, വലിയ കൂരിമീന്, എന്റെ അത്രയും വലിപ്പമുള്ളൊരു മീൻ, അത് വെട്ടാൻ ചർച്ചിലെ സഹോദരന്മാര് വന്നിട്ടുണ്ട്. അത് വെട്ടി മമ്മി അതിന്റെ മുളകും അരപ്പും എല്ലാം ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിൽ എന്നോട് പറഞ്ഞു, മര്യാദയ്ക്ക് മുടി ചീകി സ്കൂളിൽ പോടിയിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് മമ്മിക്കും എന്നെ വേണ്ട എന്നോർത്തോണ്ട്, അപ്പൊ നമുക്കതെല്ലാം അന്നൊക്കെ പിണക്കാന്നാ തോന്നുന്നേ. അന്നത്തെ ആ കുഞ്ഞു പ്രായമല്ലേ. പോയി തൊണ്ടയ്ക്ക് കൈ വെക്കണ്ട, ഭയങ്കര സന്തോഷം. പിള്ളേരുടെയൊക്കെ അടുത്ത് നിന്ന് പോയി കാണുക. എന്നാ അവരാരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ. പക്ഷെ ആരോ എന്നോട് ചോദിച്ചു, മുഴയില്ല, നിന്റെ മുഴ മാറിപ്പോയി. ഞാൻ അന്നേരം അവരോട് ഇത് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടെന്ന്. അവര് വിശ്വസിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു പൊട്ടുപോലെ ഈ അനുഭവം എന്റെ ഹൃദയത്തിന്റെ അകത്ത്. ഈ കുഞ്ഞിനെ ഡെലിവറി ആകാൻ എടുത്തൊരു തീരുമാനത്തിന്റെ പിറകിൽ ഇങ്ങനൊരു കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അന്നത് മാറ്റി തന്ന കർത്താപ്പച്ചൻ ഇതും എന്നെ സഹായിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ആ ഡെലിവറി ഏതായാലും കർത്താവ് കൃപയാൽ നടത്തി തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കർത്താവ് എനിക്ക് ദാനമായി നൽകി തന്നു. അവൾ ഇന്ന് വിവാഹിതയാണ്, അവൾക്കൊരു കുഞ്ഞു വാവയുണ്ട്. അങ്ങനെ അവരിപ്പോ അയർലൻഡിൽ ജോലിയോളം ബന്ധത്തിൽ അവിടെ കുടുംബമായിട്ടായിരിക്കുന്ന ഒരു 1.5 വർഷത്തിന് മുമ്പ് അവൾ അവിടെ കടന്നുപോയി. കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നു. ഈ 1-2-3 മാസങ്ങൾക്ക് മുമ്പ് അവളുടെ ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് അയർലൻഡ് ഡബ്ലിൻ എന്ന് പറഞ്ഞ ദേശത്തേക്ക് കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി തീർത്തു.
എന്നാൽ ഇവിടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട്. അന്നും മേൽപ്പാട് IPC സഭയിൽ തന്നെയാണ് എൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്നത്. അപ്പൊ എൻ്റെ മകളുടെ ചെറിയ പ്രായത്തില് ഞങ്ങൾ 5 കുഞ്ഞുങ്ങൾക്കും, അപ്പം മോൾക്ക് അന്ന് അവള് മുലപ്പാല് കുടിക്കുന്ന സമയമാണ്. അപ്പൊ ഈ 5 കുഞ്ഞുങ്ങൾക്കും മഞ്ഞപ്പിത്തം വന്നു. അപ്പൊ ഈ വെണ്ണിക്കുളത്തുള്ള ഒരു ആയുർവേദ മരുന്ന് എൻ്റെ ആൺകുഞ്ഞുങ്ങൾ 2 പേരും, എൻ്റെ അനിയത്തി കുഞ്ഞും, ഞങ്ങൾ 2 പെങ്കൊച്ചുങ്ങളും 3 ആൺപിള്ളേരുമാണ്. അപ്പം 2 ആൺപിള്ളേർക്കും അവിടെ ഈ ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡും കൂടെ പോയിട്ടാണ് ഈ മരുന്നൊക്കെ മേടിച്ചു കുഞ്ഞുങ്ങളെ. അപ്പൊ എല്ലാവരെയും പപ്പായി വെയ്ത്തോമിലേക്ക് അങ്ങ് കൊണ്ടുപോയി. ഞാൻ ഈ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതുകൊണ്ട് ഇതെല്ലാ ദിവസവും ഞാൻ മുട്ട കഴിക്കും രാവിലെ. അപ്പൊ ഒരു ദിവസം മുട്ട കഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു തലചുറ്റൽ പോലെ വന്നു, ഒരു വോമിറ്റിങ് വന്നു. ഞാൻ ആകെ പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരം മുഴുവനും അസ്വസ്ഥമായി, എൻ്റെ ശരീരത്തിന്റെ കളർ വ്യത്യാസം തുടങ്ങി, ഞാൻ ആകെ ക്ഷീണയായിട്ട് കിടന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ പിതാവ് വന്ന് എന്നെ ഇവിടുന്ന് അങ്ങ് മേൽപ്പാടം അവിടെ ദൈവസഭയിലേക്ക് കൊണ്ടുപോയി. എന്നെ അന്ന് രാത്രിയില് അന്ന് ഭാഗ്യവശാൽ അന്ന് ചർച്ചിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ഓൾ നൈറ്റ് പ്രെയർ നമ്മുടെ ഈ ചർച്ച് വെച്ച് നടക്കുകയാണ്. അപ്പം സന്ധ്യക്ക് എന്നെയും കൊണ്ട്, കൈക്കുഞ്ഞാണ് മോള്, അവളെയും കൊണ്ട് മമ്മി കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ചു എന്നെ കട്ടിൽ കിടത്തി. എനിക്ക് വളരെയധികം ക്ഷീണമാണ്, സംസാരിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ബലഹീനയാണ്. എന്നാൽ ആ ഒരു അവസ്ഥയിൽ പ്രാർത്ഥന പപ്പ പക്ഷെ എന്നോട് വളരെ വിശ്വാസത്തോടെ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് രാത്രി മോൾക്ക് വേണ്ടിയാ എല്ലാവരും പ്രാർത്ഥിക്കാൻ പോന്നെ. ഞാൻ ഒത്തിരി കഷ്ടതയിലാണെങ്കിലും ആന്റി, എനിക്ക് കർത്താവ് സൗഖ്യം തരുന്നത് പെട്ടെന്നാണ്. സ്തോത്രം. അതിനൊട്ടും ടൈം എടുക്കത്തില്ല. അപ്പൊ പറയും, ഇന്ന് നിനക്ക് വേണ്ടിയാണ് ദൈവസഭ പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവജനം മുഴുവൻ അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ മമ്മിയും കൂടെ, ഇളയ പിള്ളേരും കൊണ്ട് പായിട്ട് എല്ലാവരും തറയിലുണ്ട്. കൊച്ചു കുഞ്ഞിനെ മമ്മി കയ്യിലെടുത്ത്, മറ്റേ 4 പിള്ളേരും എൻ്റെ ഒപ്പം താഴെ നിലത്തുണ്ട്. ഞാനൊരു കട്ടിലേല് പായിട്ട് അവിടെ കിടക്കുന്നു. അപ്പൊ ഒരു വെള്ള ഗ്ലാസ് എടുത്തോണ്ട് വന്നിട്ട് പപ്പ പറഞ്ഞു, കുഞ്ഞിന്റെ യൂറിൻ കളക്ട് ചെയ്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മമ്മി എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി യൂറിൻ പാസ് ചെയ്ത് അതൊരു ഒരു വെള്ള ഗ്ലാസ്സില്, ഒരു പഴയ ഗ്ലാസ്സിൽ എടുത്തോണ്ട് വന്ന് വെച്ചപ്പോ അതിന് ശരിക്കും പറഞ്ഞ ഒരു റെഡിഷ് മഞ്ഞ, എന്തോ പറയണ്ടേ, അത്രമാത്രം കളർഫുൾ ആയിട്ടുള്ള ഒരു യൂറിനാണ് എൻ്റെത്. പപ്പ അതെ കൈവച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ആരാധനയ്ക്ക് ഓൺ നൈറ്റ് പ്രയറിന് കടന്നുപോയി. അത് കഴിഞ്ഞു 5 മണിയായപ്പോൾ പപ്പ വന്ന് ഡോറെ മുട്ടി തുറന്നു. അപ്പോൾ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ്. പെട്ടെന്ന് എന്നെ പിന്നെ മമ്മി എഴുന്നേപ്പിച്ചിട്ട് വീണ്ടും എന്നോട് പറഞ്ഞു, അപ്പൊ അങ്ങ് വിശ്വാസത്തോടെ പറയുവാ, രാത്രി മോളെ ദിവസം അതെല്ലാ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആന്റിമാരെല്ലാം പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പൊ എഴുന്നേറ്റപ്പോ അന്ന് രാത്രി കിടന്ന പോലല്ല, എന്തോ ഒരു ബലം എനിക്ക് എഴുന്നേക്കാനായിട്ട്. എങ്കിലും ഞാൻ എഴുന്നേറ്റ് മമ്മി എന്നെ പിടിച്ചോണ്ട് ബാത്റൂമിൽ പോയി യൂറിൻ യൂറിൻ ഫസ്റ്റ് കളക്ട് ചെയ്തോണ്ട് വരണം. പെട്ടെന്ന് ആ തലേ ദിവസത്തെ മഞ്ഞ കളർന്ന മൂത്രം അവിടെ ഇരിക്കുന്നു, ഈ മൂത്രം കൊണ്ടുവച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, സാധാരണ പച്ചവെള്ളത്തിന് എത്രയും കളറുണ്ട്, നോർമൽ മൂത്രമായിട്ട് എൻ്റെ ശരീരത്തിലുള്ള സകല മഞ്ഞപ്പിത്തത്തിന്റെ അണുക്കളെയും അന്ന് രാത്രി ഞാൻ അറിയാതെ, എൻ്റെ സഹോദരങ്ങളോ ഞാൻ എൻ്റെ മാതാവോ ഒക്കെ ഞങ്ങൾ ആ റൂമിൽ വിശ്രമിക്കുമ്പോൾ ഒന്നും അത്ഭുതമായിട്ടൊന്നും അവിടെ കണ്ടില്ലെങ്കിലും എൻ്റെ അകത്ത് കർത്താവ് സൗഖ്യം നൽകിയെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ആ ഒരാഴ്ചക്കാലമാണ് മമ്മി ഞങ്ങൾക്ക് ഇങ്ങനെ ഇറച്ചിയൊന്നും ഉള്ള ഫുഡൊന്നും തരത്തില്ല. എന്നാലും എനിക്ക് അല്പം ആരോഗ്യമൊക്കെ ഉണ്ട്. ഞാൻ ഈ കുഞ്ഞിന് പാല് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് 1-2 ദിവസം മമ്മി അല്ലാത്ത പാലൊക്കെ കൊടുത്തെങ്കിലും തുടർന്ന് ഇവൾക്ക് പാലൊക്കെ കൊടുത്തു വളർത്തി. അപ്പം ആദ്യം ഞാൻ പറഞ്ഞില്ല കോന്നിയിലുള്ള അമ്മണി അമ്മച്ചി എന്ന് പറയുന്ന എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി അമ്മച്ചി, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നമ്മളെ കരുത്തായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വാത്സല്യ മാതാവ്. എൻ്റെ മമ്മിയുടെ പേര് മോനി എന്നാ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, എടി മോനി, നിനക്ക് നിന്റെ ഭർത്താവിനും ഇത്രയും വലിയ വിശ്വാസമാണെങ്കിൽ ഈ കോഴി, ഒരു പൂവൻ കോഴി അവിടെ ഉണ്ട്, അതിനെ കൊന്ന് ഈ പിള്ളേർക്ക് ഇറച്ചി കൊടുക്കാനെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, അതിനെന്നാ അമ്മാമ്മ, ഞങ്ങളിപ്പൊ ചെയ്യാം. അങ്ങനെ എൻ്റെ ആങ്ങളമാർ 2 കൂടെ പമ്പാ നദിയുടെ തീരത്തായി മേൽപ്പാടം പെയ്ത്ത് പോകും, അവിടെ ബോട്ട് പോകുന്ന, ഞങ്ങളെ കുളിയെല്ലാം അവിടെയാ. അപ്പൊ ഈ കോഴി ചാടി ഈ പമ്പാ നദിയുടെ സൈഡിൽ പോയി. ഇവന്മാർ അതിനകത്ത് ഇറങ്ങി ചാടി പിടിച്ച് മമ്മി അതിനെ കണ്ടിച്ച് നല്ല ഒന്നാന്തരമായിട്ട് മുളകും മല്ലിയൊക്കെ വറുത്തരച്ച് കറി വെച്ച് ഞങ്ങളെ വാഴയുടെ ഇല, ഈ നദിയുടെ ഈ പമ്പാനദിയുടെ സൈഡിൽ ഇഷ്ടം പോലെ വാഴയുണ്ട്, ആ വാഴയുടെ സൈഡിൽ പോയി ഇല കീറി ഞങ്ങളെ 5 എണ്ണത്തിനെയും കൂടെ നിരത്തിയിരുത്തി പപ്പായോട് പറഞ്ഞു, പപ്പ പ്രാർത്ഥിച്ച് ഇത് മരിച്ചു പോവാന്ന്, ഈ 5 എണ്ണം കൂടെ ഒന്നിച്ചങ്ങ് പോട്ടെ എന്ന് തന്നെ എൻ്റെ അമ്മയുടെ വിശ്വാസം
അത്ര മാത്രം മമ്മി പാവം അങ്ങനെ വിശ്വസിച്ചു. പപ്പ എന്ത് ചോദിച്ചാ വേണോടി എന്ന്, ഇല്ല പപ്പ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മിയും എൻ്റെ പിതാവും പപ്പായും കൂടെ ഞങ്ങളെ 5 പേര് പിന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടാലും ഞാൻ എൻ്റെ പിള്ളേർക്ക് അന്നും എന്താ പറയാ അത് ഇടപിരിയാത്തതുപോലെ ഞങ്ങൾ ഈ 5ഉം കൂടെ ഉള്ള കിടപ്പും പോക്കും വരവും എല്ലാം. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ മോളും ഞങ്ങളുടെ ഇളയ ഒരു കൊച്ചായിട്ടാ അവൾ ഇന്നും എന്ന് പറഞ്ഞാൽ അവൾ കൊച്ചുമോളായിട്ടല്ല ഇപ്പോഴും ഉള്ളത്. അപ്പം ഈ ഞങ്ങൾക്ക് കറിയും കപ്പയും കൂടെ മമ്മി കപ്പ കുഴച്ചങ്ങോട്ട് വേവിച്ച് മീൻകറിയും എല്ലാം സ്തോത്രം ഇപ്പൊ എല്ലാരും കഴിച്ച പോലെയാന്ന് തോന്നുന്നു ഞാനിത് പറയുമ്പോ കേൾക്കുമ്പോ. ഞങ്ങൾ വളരെ ആർത്തിയോടെ ഞങ്ങൾ 5 മക്കളും കഴിച്ചു. കുറേയേറെ നേരം പപ്പ ഞങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. സ്തോത്രം, ഞങ്ങൾ ഒന്നും ഭവിച്ചില്ല. 1 ദിവസമായി 2 ദിവസമായി യാതൊരു പ്രയാസം. കാരണം ഇറച്ചിയൊന്നും കഴിക്കരുതെന്നല്ലേ, മഞ്ഞപ്പിത്തം വന്ന 1 വർഷമോ എങ്ങാണ്ട് മാംസാഹാരം കഴിക്കരുതെന്നൊക്കെയാണല്ലോ. അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല, എങ്കിലും അങ്ങനെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഞങ്ങൾ 5 കൊച്ചുങ്ങൾക്കും അതേ തുടർന്ന് അതിൻ്റെതായ യാതൊരു പ്രയാസങ്ങളും ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഞങ്ങൾക്ക് കേടുവന്നില്ല. ഞങ്ങൾ പിന്നെ തൊട്ട് ഞങ്ങൾക്ക് ആഹാരവും മീനും ഇറച്ചിയൊക്കെ നല്ലപോലെ കഴിക്കാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരനുഭവമാണ്. എന്നാൽ എൻ്റെ മകള് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് എനിക്ക് മറ്റൊരു പ്രയാസം ശരീരത്തിലുണ്ടായി. എൻ്റെ ഇടത്തെ ബ്രസ്റ്റിന് ഒരു ചെറിയ തടിപ്പ് വന്നു. അത് ഞാൻ കണ്ടെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നാൽ അത് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ വളർച്ച വർദ്ധിച്ചിട്ട് അതങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഗ്രോത്ത് വളർന്നു. അത് വളരുന്നതോടൊപ്പം ഞാൻ ബലഹീനയാകാൻ തുടങ്ങി, എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിന് പറയാം ഹൈ എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ ഈ എന്താ പറയാ ഈ തൊണ്ടൊക്കെ പഴിപ്പിച്ച് ഞങ്ങൾ കൊച്ചിക്കലെ വെക്കുക, ആ പൊള്ളല എപ്പോഴും ദേഹത്ത്. അപ്പൊ എല്ലാരും ചോദിക്കും എന്ത് ഇത്ര ഹീറ്റ്? എനിക്ക് ആ ഹീറ്റ് സഹിക്കാൻ വയ്യ. അതെന്ത് കാരണമാണെന്നൊന്നും നമ്മൾ ഡയഗ്നോസ് ചെയ്തില്ല. എന്നാലേ മനസ്സിലായി ഈ പ്രയാസം വർദ്ധിച്ചിട്ട് പിന്നെ എനിക്ക് സ്വയമായിട്ട് നടക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലായി. എന്തോ ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. വയറിനകത്ത് കഠിനമായ ഒരു ശ്വാസം മുട്ടലുമുണ്ട്, വയറ് വീർക്കുന്നൊരു, അതൊക്കെ ആഴ്ചകളോളം ഇതിന്റെ കോൺസിക്വൻസ് എന്റെ ശരീരത്തിലുണ്ടായിരുന്നു. നമ്മളിതൊന്നും പറയുന്നില്ല. കുഞ്ഞിനെ നോക്കാൻ വയ്യ. അപ്പൊ എന്റെ അമ്മച്ചിമാരും എൻ്റെ ഇളയ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും കൂടെയാണ് മോളെ വളർത്തുകയും ശുശ്രൂഷയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അന്നേരം എൻ്റെ പപ്പ മേൽപ്പാടം സഭയല്ല ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. അങ്ങനെ എൻ്റെ പപ്പ എന്നെ വളരെ ബലഹീനയായിട്ട് അതിനിടയിൽ ഒത്തിരി പറഞ്ഞ സമയം ഒരുപാട് പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങ് കട്ട് ഷോട്ട് ചെയ്യുക. അങ്ങനെ വീണ്ടും ഈ ഫെയ്ത്ത് ഹോമിലേക്ക് എന്നെ കൊണ്ട് ഞാൻ ഏതാണ്ട് 6 മാസത്തിനടുത്ത് 5.5-6 മാസത്തോളം ഞാൻ ആ ഫെയ്ത്ത് ഹോമിൽ മാതാപിതാക്കളോടൊപ്പം അവിടെ പാർത്തു. വയറിനകത്ത് അതിഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്ന വെള്ളം ഒരു രാത്രിയിൽ യൂറിൻ പാസ് ചെയ്യുന്ന പോലെ ഒരു പ്രത്യേക ക്ഷീണം പോലെ വന്ന്, അന്ന് ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ല. എങ്കിലും എന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ നിന്നില്ല, ഞാൻ താഴെ വീണ് ആ വെള്ളം മൊത്തം 2 പ്രാവശ്യം ആ അവസ്ഥയുണ്ടായി. വീർത്ത് ശ്വാസം മുട്ടിക്കുന്ന പോലെ, ഒരു 7-8 മാസം പ്രഗ്നന്റ് ആയ പോലെ. എൻ്റെ ശരീരത്തിന് ഒട്ടും വണ്ണവും ഇല്ല, പക്ഷെ വയറു കണ്ടമാനം വീർത്ത് ഭയം വരുമായിരുന്നു. എങ്കിലും ആ ദ്രാവകം അങ്ങനെ കർത്താവ് അത് പുഷ്പകരിയിൽ അഡ്മിറ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞത് പപ്പ വന്നത്. എന്നാൽ അഡ്മിറ്റ് ചെയ്തില്ല. ആ പോക്ക് നേരെ അങ്ങ് മാന്നാറ് വള്ളക്കാരി മേൽപ്പാടം ചർച്ചിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. ഞാൻ അവരോടൊപ്പം കുറെ മാസങ്ങൾ അവിടെ പാർത്തു. എൻ്റെ മമ്മിയുടെ സംരക്ഷണയിൽ ഞാൻ കഴിഞ്ഞു. അല്പാരോഗ്യമൊക്കെ തോന്നിയപ്പോൾ വീണ്ടും എന്നെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ഇവിടെ വന്ന് വീണ്ടും ജീവിതം ആരംഭിച്ചു. അധികം മാസങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനേക്കാൾ ഏറെ കഷ്ടത്തിലോട്ടാകാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിലെ കഠിനമായ സ്വെല്ലിംഗ് ആയി. കഴുത്തിനും ഈ തൊണ്ടയുടെ ഭാഗങ്ങളും കൈയുടെ 2 കക്ഷങ്ങളിലോട്ടും അതുപോലെ തന്നെ എൻ്റെ കഴുത്തിന്റെ തൊട്ട് ബാക്കിലേക്കും ഒക്കെ ആയിട്ട് വലിയ ഗ്രോത്തുകൾ വരാൻ തുടങ്ങി. അതിന്റെ വേദന അതികഠിനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇത് വേദനയാണ് എന്ന് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ മമ്മിയോട് ഈ തമാശ പറയായിരുന്നു, ദൈവമേ ഈ വേദന അളക്കുന്ന എന്തെങ്കിലും ഒരു മിഷൻ വല്ലവരും ഒന്ന് കണ്ടുപിടിച്ചതായിരുന്നെങ്കിൽ അത് എൻ്റെ ദേഹത്തോട്ടൊന്ന് വെച്ചായിരുന്നേ എത്ര ഡിഗ്രി വേദനയുണ്ടോ അറിയാനും ഞാൻ മമ്മിയോട് പറയാനിടയായി. അങ്ങനെ ഞാൻ ആ അവസ്ഥയിൽ ദീർഘമാസങ്ങൾ, എൻ്റെ ഹസ്ബൻഡൊക്കെയാണ് കല്ലുമല അപ്പച്ചത്തെ വിശ്വാസികളാണ്. കല്ലുമല കുഞ്ഞോനപ്പച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അന്ന് അവിടെ ജനറൽ കൺവെൻഷൻ നടക്കുക. അപ്പം അന്ന് പ്രാർത്ഥനയിൽ ഈ വിശ്വാസത്തിന് ഇച്ചിരി ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടും അങ്ങനെ ഈ മരുന്നുപയോഗിക്കുന്ന ഒരു വിശ്വാസ സമൂഹം ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാൻ അവിടുത്തെ ദൈവമക്കൾ എപ്പോഴും നല്ല ഉത്സാഹമുള്ളവരായിരുന്നു.
ഞാനത് പറഞ്ഞില്ലെങ്കിൽ ദോഷമായി പോകും. കാരണം ആ ദൈവമക്കൾ എൻ്റെ ആ പ്രാർത്ഥനയാണ് എന്നെ പിടിച്ചു നിർത്തിയത്, അവിടുത്തെ ദേവദാസന്മാരുടെ ആ ഒരു പ്രാർത്ഥന അന്തരീക്ഷം. അങ്ങനെ എന്നെ അവിടേക്ക് കൊണ്ടുപോയെങ്കിലും ഒരു സെഷനിലെ കൂട്ടായ്മയ്ക്ക് പോലും എനിക്ക് ഇറങ്ങിച്ചെന്നിരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ആ ഫെയ്ത്തോമിന്റെ മുകളിൽ, അന്ന് പുലിപ്പായിട്ട് തറയിലാണ്, ഈ സിമന്റ് തറയില്, തലേണയൊന്നുമില്ല. ഞാനും എൻ്റെ ചർച്ചിലുള്ള ഒരു മകളുമായിട്ട് അവിടെ കടന്നു ചെന്നു. അന്ന് നമ്മുടെ വിശ്വാസമാണ് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഞാൻ പൂർണ്ണ വിടുതലുള്ളവളായിത്തീരും. എന്നാലേ അവിടെ തിരക്കായിരുന്നോണ്ട് അവിടെ ഒരാൾ പോലും എന്നെ നീ എങ്ങനെ ഇരിക്കുന്നു ഒന്നും അവിടെ അന്വേഷിച്ചില്ല. കാരണം ഞാൻ അവിടെ കിടക്കുന്നെങ്കിലും അവിടെ എല്ലാവരും തിരക്കാ. അവരുടെ കുറ്റമല്ല, എല്ലാവരും കൺവെൻഷൻ സംബന്ധിച്ച് തിരക്കും, ഭക്ഷണം കൊടുപ്പും പിന്നെ ഒക്കെയാണ്. അന്നൊക്കെ ഇപ്പോഴത്തെ പോലല്ല, വെള്ളിയാഴ്ചയൊക്കെ ആവുമ്പോഴേ ജനം വരും. അന്ന് പിന്നെ 3 ദിവസം വലിയ ഉത്സവം പോലെ, ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ആരാധനയും ആ കൺവെൻഷന്. അപ്പൊ അതുകൊണ്ട് പക്ഷേ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, എനിക്ക് അതിൽ നിന്ന് ശരീരം ഒന്ന് ചലിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഞാനായി. അങ്ങനെ അന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കൂടെ വന്ന കുഞ്ഞു പറഞ്ഞു, ചാച്ചാ ജോയ്സ് മാമയ്ക്ക് ഒട്ടും പറ്റത്തില്ല, എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഞാന് എന്താ പറയുക, എൻ്റെ ജീവൻ മാത്രമേ എൻ്റെ ശരീരത്തിലുള്ളൂ, അത്രയും ഞാൻ ബലഹീനയാ. അങ്ങനെ എൻ്റെ വത്സല്യ ഹസ്ബൻഡ് ഒരു ടാക്സി കാറ് വിളിച്ച് എന്നെ എടുത്ത് അതിന്റെ ബാക്ക് സീറ്റിൽ കിടത്തി. അത്ര വേദനയോടെ വണ്ടി ഒന്ന് ഗട്ടറിൽ ചാടാൻ പോലും എനിക്ക് പറ്റത്തില്ല, അതുപോലെ എനിക്ക് വേദനയായി. അങ്ങനെ എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞാൻ എന്നേക്കുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനം, ഇവിടുത്തെ ചുറ്റുപാടുകളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ വാത്സല്യ പിതാവിന്റെ വീട്ടിലേക്ക് നിരാലംബയായ എന്നെ, ഞാൻ പറഞ്ഞല്ലോ കോന്നിയിലുള്ള എൻ്റെ അമ്മച്ചിയും അപ്പച്ചന്റെ ആങ്ങളയുടെ മക്കളെ, എൻ്റെ പിതാവിന്റെ അനിയന്മാരാ, അവര് എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി തീർന്നു. പിന്നെ ഭവനത്തിലേക്കുള്ള യാത്ര എൻ്റെ അന്ത്യയാത്രയുമായി തീരത്തക്ക നിലയിലേക്ക് ഞാൻ മാറി. എൻ്റെ മമ്മി തലേണയുടെ 2 സൈഡിലും 2 ചെറിയ പുതപ്പ് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലാണ് എന്നെ കിടത്തിയേക്കുന്നത്. അവർക്ക് എന്നെ തൊടണമെങ്കിൽ ആ തലേണയോടുകൂടെ ചേർന്ന പുതപ്പ് കൊണ്ട് എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. നേരിട്ട് തൊടാൻ പറ്റില്ല. അതികഠിനമായ വേദന, തിരിയാനോ മിണ്ടാനോ സംസാരിക്കാനോ പല സമയങ്ങളും അൺകോൺഷ്യസ് ആകുന്നു. പിന്നെ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, വീട്ടിനകത്ത് വലിയ പ്രയാസം, ഭർത്താവിന്റെ വീട്ടുകാര് വളരെയധികം പ്രയാസം ഉണ്ടാക്കി. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയാനിടയായെങ്കിലും പിന്നെ ഞാൻ അത് എനിക്ക് അറിയാവുന്ന കാര്യമല്ല. എന്റെ പപ്പ ഇന്നും അത് എന്നെ എടുത്ത് പറയുമ്പോൾ ആ സാക്ഷ്യം എടുത്തു പറയും. ഞാനിങ്ങനെ വളരെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സംസാരിച്ചു. പപ്പയോട് പറഞ്ഞു, ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്തതല്ലേ പപ്പ? അതെ മോളെ. പക്ഷെ പപ്പ അനേക രോഗികൾക്ക് വേണ്ടി തിയേറ്ററിൽ ഗ്രോത്ത് മുഴ മാറ്റാൻ തിയേറ്ററിനകത്ത് ശസ്ത്രക്രിയക്ക് വേണ്ടി കയറ്റിയവര് പോലും എൻ്റെ വത്സല്യ പിതാവ് പ്രാർത്ഥിച്ച് ആ മുഴ അപ്രത്യക്ഷമായി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ചരിത്രമുണ്ട്. കങ്ങഴ മുണ്ടത്താന IPC സഭയിലെ ഒരു ആന്റിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ ആന്റി ഇന്നും ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തു. ആ ആന്റി ഇന്നും വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. എന്നിട്ട് അവസാന ഡോക്ടർമാര് സ്കാൻ ചെയ്തപ്പം അപ്രത്യക്ഷമായി പ്രാർത്ഥനയുടെ ശക്തി എൻ്റെ പിതാവിന്റെ ശുശ്രൂഷ വെളിപ്പെട്ട്. മാനസിക രോഗിയായിരുന്ന മൽപ്പാടം ചർച്ചിലെ ആനിമാമ കെട്ടി അങ്ങോട്ട് കയറ് കെട്ടിയിട്ടാണ് പ്ലെയിനിൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്നും ആനിമാമ അവിടെയുണ്ട്. അമ്മാമ 3 ദിവസം വെള്ളം കുടിക്കാതെ എൻ്റെ മാതാപിതാക്കളും ചില ദൈവത മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവരെ വസ്ത്രം പോലും ധരിക്കാത്ത മാനസിക വിഭ്രാന്തിയുള്ള വത്സല്യ അമ്മാമ പൂർണ്ണ സൗഖ്യമുള്ളവളായിട്ട് മാറാം. അതുപോലെ ഒത്തിരി ചരിത്രങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, പപ്പ പ്രാർത്ഥിച്ച് എന്തോരം രോഗികൾ സൗഖ്യമായി. ഞാൻ പപ്പായുടെ മോളായോണ്ടാണോ എന്നെ പപ്പ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് പപ്പ ഇത്രയും? പക്ഷെ ഞാനായിട്ടത് ചോദിച്ചതായിട്ടൊന്നും എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല. പപ്പ പറയുന്നത് ഞാൻ പപ്പയോട് അങ്ങനെ പറഞ്ഞു എന്നാണ്. പക്ഷെ പപ്പ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഇനി നീ മരിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇനി നിന്നോട് അങ്ങനെ ആവശ്യപ്പെടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിന്റെ സഹോദരങ്ങളൊക്കെ വന്ന് വളരെ ആക്രോശമായ നിലവാരത്തിലാണ് സംസാരിച്ചേ. എന്നെ കാണാൻ പോലും അവർക്ക് താല്പര്യമില്ലാത്ത നിലവാരത്തിലൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കും, അവർക്ക് രസമാണ്. സ്തോത്രം. അന്ന് നമുക്കത് വേദനയായിട്ട് തോന്നിയായിരുന്നു.
എന്ന് പറഞ്ഞ് എല്ലാവരും കൈവിട്ട ഒരവസ്ഥയില് എന്റെ അപ്പനാണെങ്കിലും ഓൺ സഹോദരനോ സഹോദരിമാരോ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല. എന്നെ വളരെ പ്രായം കുറഞ്ഞ എന്റെ ഇളയ കുഞ്ഞുങ്ങളുണ്ട്, വളരെ പ്രായമായ എന്റെ വാത്സല്യ വല്യപ്പച്ചിമാര് രണ്ടുപേരുണ്ട്. ആരും പിന്നെ ഉണ്ടെന്ന് പറയാൻ എന്റെ പപ്പ ശുശ്രൂഷിച്ച ദൈവസഭകളിലെ ദൈവമക്കൾ, അവരുടെ സഹകരണവും അവരുടെ പ്രാർത്ഥനയും ആ കൂട്ടായ്മയുടെ ബലം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഇടമുറിയാതെ രാവും പകലും രാത്രി എന്ന് വേണ്ട എന്റെ വീട്ടിൽ ഇങ്ങനെ ദൈവജനം വന്ന് അങ്ങനെ ഇട്ടേക്കുക, എപ്പോഴും പ്രാർത്ഥനയാ. ഹിന്ദുക്കളായിട്ടുള്ളവരും എന്റെ വീട്ടിൽ വരുമ്പം പറയും, അയ്യോ എന്റെ ഭർത്താവിന്റെയും എന്റെ വീട് ഒരു കിലോമീറ്ററിന്റെ അകത്താണ്, ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഇപ്പൊ ജീവിക്കുന്നവരെയും ഞങ്ങളുടെയും ജംഗ്ഷൻ ഇതാണ്, ഇദ്ദേഹത്തിന്റെ ജംഗ്ഷൻ. അപ്പൊ ഞങ്ങൾ വണ്ടി കയറുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാ. അപ്പൊ എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഈ പ്രായമുള്ളവരെ കാണുമ്പോ അപ്പച്ച എന്തുകൊണ്ട് എല്ലാം കഴിച്ചോ, പിന്നെ പ്രായമുള്ള അമ്മമാരോടാണെങ്കിലും ഒരു വിശേഷം തിരക്കിയിട്ട് പോകുന്നുണ്ട്. അവർക്ക് എന്നോടൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു പ്രയാസം കണ്ടപ്പോ അവരെല്ലാം വന്ന്, ഹിന്ദുക്കളാണെങ്കിൽ പോലും വന്ന് തലതല്ലി കരയുമായിരുന്നു. മോളെ ദൈവം വിടുവിക്കും, നീ പറയാ ഒരിക്കലും നീ മരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ ഒന്നില് ഞാൻ മരിച്ചുപോയെന്നുള്ള വാർത്ത ഈ ദേശത്തെല്ലാം പരക്കാനിടയായി തീർന്നു. എന്നാല് സ്തോത്രം, ഞാൻ എന്റെ പിതാവിനെ വളരെ പരിഹസിച്ച ദിവസങ്ങളുണ്ട്. എന്താ പറയുന്നേ, നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞ ചീത്ത വിളിച്ചു, അത്രമാത്രം ഒക്കെ പരിഹാസത്തോടെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും കർത്താവിന്റെ കൃപയാല് ഒരു 11.5 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എന്റെ ഭർത്തൃഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് എനിക്ക് കരുണ കാണിച്ചു. എന്റെ മസിൽസ് എല്ലാം ലൂസായി പോയായിരുന്നു, എനിക്ക് നടക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ഈ ഗ്രോത്തുകൾ എന്റെ ശരീരത്തു നിന്നും ഞാൻ അറിയാതെ തന്നെ വർഷങ്ങൾ എടുത്തു എന്റെ ശരീരത്തു നിന്ന് അത് ഒക്കെ മാറാൻ. ഇന്ന് എനിക്കിപ്പോ അത്ഭുതമാണ്. ഒരു മിനിറ്റ്, മരിച്ചുപോയെന്ന് വാർത്ത വന്നതാണോ അതോ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ? അതൊരു പ്രത്യേക അനുഭവമാണേ. അന്ന് കറ്റോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരുവല്ല കറ്റോടുള്ള പിന്നെ രാജ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ KJ ജേക്കബ്, എന്റെ ചർച്ചിലെ ശുശ്രൂഷകനായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഒരു ആശുപത്രി കൊണ്ടുപോകാത്തെന്ന് പറയുന്ന ഒരു ചെറിയ പ്രയാസം മറ്റു പലർക്കും ഉണ്ടായിട്ട് ഈ കർത്താവിന്റെ ദാസൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരും. അപ്പൊ അദ്ദേഹത്തിന് 3 ആൺകുട്ടികളാണ്. അപ്പൊ ഞങ്ങൾ ഒരു മകളെ പോലാണ് ആ വാത്സല്യ സ്നേഹം എന്നോടുണ്ട്. അപ്പൊ ഈ രാവിലെ ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ ചെയ്യുന്നു, പാസ്റ്ററെ ഒരു കാരണവശാലും ഇനി ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരരുത്, കാരണം അവിടെ ഒരു പോലീസുകാരുടെ എൻക്വയറിയോ ഇങ്ങനെ ഒരു അന്വേഷണത്തിനൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ സാധാരണ 10 മണിക്കൊക്കെ വന്ന പ്രാർത്ഥന ആരംഭിക്കുന്നത്, അപ്പോഴേക്കും എന്റെ വാത്സല്യ പിതാവ് തറയൊക്കെ തൂത്ത് തുടച്ച് പായൊക്കെ ഇട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാത്തിരിക്കും. ആരെങ്കിലും ഒക്കെ എല്ലാ ദിവസവും വരും. അപ്പൊ ഇദ്ദേഹം വന്ന് പതിവിൽ നേരത്തെ വന്നപ്പോ പപ്പ ചോദിച്ചു, എന്താ പാസ്റ്റർ നേരത്തെ? ഉടനെ എന്റെ പപ്പയോട് പറഞ്ഞ ചായ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് അങ്ങനെ വല്ലതും. പപ്പ പറഞ്ഞു, ഇവിടെ ആരും വന്നിട്ടില്ല അന്വേഷണത്തിനൊന്നും, ആരും, ഇതാരോ ഫേക്കായിട്ട് പറഞ്ഞതാണ്, അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, മൊബൈലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നെ പാസ്റ്റർ പറഞ്ഞു. അന്നേരം എന്റെ പപ്പ ഈ പാസ്റ്ററോട് പറഞ്ഞു ഒരു കാര്യം, അപ്പൊ അതിന്റെ വീക്കെൻഡിൽ ഇദ്ദേഹം അമേരിക്കയിലോട്ട് പോവുക ശുശ്രൂഷയ്ക്കായിട്ട്. അപ്പം ഇദ്ദേഹം പോവാണെന്ന് എന്റെ പപ്പയ്ക്ക് അറിയാം. ഉടനെ പറഞ്ഞു, അഥവാ എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഞാനത് ഡീൽ ചെയ്യാം, പാസ്റ്റർ മടങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് നമ്മളായിട്ടൊരു പ്രയാസം ഉണ്ടാക്കണ്ടെന്ന് ഓർത്ത് അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും ഇദ്ദേഹം പോകാൻ തയ്യാറായില്ല. അദ്ദേഹം തന്നെ ഭാര്യയും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ കടന്നു വന്നു. എന്നാൽ ശരി, വീണ്ടും അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. ഇന്നും കറ്റോട്ട് പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അമ്മാമയെ അവരൊരു പക്ഷേ ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അധികം സന്തോഷം ഉണ്ടാവും. പ്രിയ സൂസമാമ, ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാളും മാമയെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ ബഹുമാനിക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ് ഈ സൂസമാമ. അപ്പം അന്ന് പ്രാർത്ഥനയിൽ ഒരു 11:15 മണി സമയമായപ്പോഴേ ഞാൻ എന്റെ ബെഡിൽ ശാന്തമായിട്ട് കിടക്കുന്നു. ഈ അമ്മാമ്മയുടെ ഹൃദയത്തിൽ ഒരു തോന്നല്, എന്നെ ഒന്ന് കാണാൻ വരണം. അപ്പൊ പെട്ടെന്ന് തിണ്ണേന്നെഴുന്നേറ്റ് ഞാൻ കിടന്ന മുറിയിലേക്ക് വന്ന് നോക്കിയപ്പം അമ്മാമ്മ നോക്കുമ്പോൾ വളരെ ശാന്തമായി. ഞാൻ എന്റെ വയറെ നോക്കിയപ്പോൾ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായിട്ട് നിന്നുപോയി. പിന്നെയും എന്റെ നോക്കിയപ്പം അറിയില്ല, നമ്മൾ അങ്ങനെയാണല്ലോ നോക്കുന്നത്, തൊണ്ടയ്ക്ക് അനക്കം ഉണ്ടോ ഇങ്ങനെയൊക്കെ നോക്കി പുള്ളിക്കാരിക്ക് ഞാൻ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലായി പോയി. പെട്ടെന്ന് തന്നെ അമ്മാമ്മ ഒച്ചത്തിൽ
എന്നറിയാലോ ആ ഒരു വേദനയോടെ പപ്പായെ പാസ്റ്ററെ അച്ചായാന്ന് വിളിച്ചു. പെട്ടെന്ന് എന്റെ വാത്സല്യ പിതാവ് ഇരുന്നിടത്ത് ചാട്ടി എഴുന്നേറ്റ് വന്നു. വിരല് കൊണ്ട് തൊട്ടാൻ നോവുന്ന എന്നെ പപ്പ എടുത്തു. ഞാൻ ഒന്നും അറിയാതെ കിടക്കുക. എന്നെ തോളിലേക്ക് എന്നെ ഇട്ടു. ഞാൻ മരിച്ചു. അപ്പോഴത്തേന് തന്നെ 3-4 പേരെ വീട്ടിലുള്ളൂ. പക്ഷെ തൊട്ടയൽവക്കത്തൊക്കെ വീടുണ്ടല്ലോ. അവിടുത്തെ ബഹളവും കാർച്ചയും കേട്ടപ്പോ അവര് ന്യായമായി അങ്ങ് വിചാരിച്ചു എന്താ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇവര് വഴിയെ പോയവരോട് ഓരോരുത്തരോടായിട്ട് എന്തോ പറഞ്ഞു. കാവിലെ കുഞ്ഞൻ പാസ്റ്റർ മോള് ജോയ്സ് മരിച്ചുപോയി. അപ്പൊ ഈ വാർത്ത കാട്ടുതീ പോലൊക്കെ ഞങ്ങളെ പാർക്കുന്ന ഈ ദേശത്ത് ചുറ്റുവട്ടത്ത് മൊത്തം നേരുന്നു. എന്തിനേറെ പറയണം, ഒരു അരമണിക്കൂറിനകം 100-ലേറെ പേര് എന്റെ വീട്ടിൽ വന്നു എന്നെ കാഴ്ചക്കായിട്ട്. സ്തോത്രം. അവര് മീൻ വെട്ടിക്കൊണ്ടിരുന്നവർ കൈ കഴുകാൻ പോലും മെനക്കെട്ടില്ല. അതുപോലെ എന്നെ കാണാൻ വന്നവർ കല്ലേ തെറ്റി നടുവടിച്ച് വീണവരുണ്ട്, സ്പീഡിൽ ഓടി. അപ്പം അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അത്രയും ആ മരണം എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ ഈ മുറിക്കകത്ത് മുറി അങ്ങ് ക്ലോസ് ചെയ്തു, വരുന്നവരെല്ലാം വെളിയില്ല. മുറിക്കകത്ത് നടന്ന സംഭവം ഇതാണ്. എന്നെ ഈ പപ്പ തോളിലേക്ക് എടുത്തിങ്ങനെ ഇട്ടപ്പം, കർത്താവിന്റെ ദാസൻ നല്ല അഭിഷേകമുള്ള പ്രവാചകനായ കർത്താവിന്റെ ദാസനാണ്. അപ്പൊ ഇദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഞാന് സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചിട്ട് എല്ലാ ദിവസവും എന്റെ ഒരു ഇരിപ്പിടം ഒരേ സ്ഥലത്താ. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അനേക രാജ്യങ്ങളിൽ ഞാൻ വിട്ട് എന്റെ മഹത്വമുള്ള സാക്ഷ്യം നിന്നെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുമെന്ന് എന്നോട് ഈ വാത്സല്യ പിതാവ് എന്നോട് ദൂത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവൾ ഒരിക്കലും അങ്ങ് പപ്പായെ ധൈര്യപ്പെടുത്തി സംഭവിക്കത്തില്ല അച്ഛാ, ഇവൾക്ക് ഒരിക്കലും ഇപ്പൊ മരിക്കാൻ ഒക്കത്തില്ല, ദൈവം അത് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് എന്റെ മമ്മിയോട് പറഞ്ഞു മമ്മി എണ്ണ എടുത്തോണ്ട് വരാനായിട്ട്. സ്തോത്രം. നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചാ നമുക്കത് മനസ്സിലാകത്തില്ല. മമ്മി വേഗം വെളിച്ചെണ്ണ കൊണ്ടുവന്ന് അദ്ദേഹം അന്ന് തന്നെ ഒരു 100 കിലോയെങ്കിലും അദ്ദേഹത്തോട് ഭയങ്കര വലിപ്പമുള്ള, എന്റെ കൈയുടെ ഒരു 2 വലിപ്പമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ എണ്ണ മമ്മി ഇന്നും പറയും, കറ്റോട്ടെ രാജപാസ്റ്ററുടെ കയ്യിലെ എണ്ണ ഇരുന്ന് തുള്ളിയെന്ന് പറഞ്ഞു. അതുപോലെ പുള്ളി അഭിഷേകത്തിൽ അങ്ങ് നിറഞ്ഞങ്ങ് എന്റെ അപ്പന്റെ തോളിൽ വളരെ ശാന്തമായിട്ട് കിടക്കുന്ന എന്റെ ശരീരത്തിലേക്ക് 2 മുട്ടും കുത്തി ഈ ബെഡിൽ കയറി ഈ കർത്തൃഭൃത്യൻ ആത്മനിറവോടെ ഈ എണ്ണ എന്റെ ശരീരത്തിൽ പ്രാർത്ഥിച്ചു പുരട്ടി തലയിലോട്ട് അങ്ങ് ഒഴിച്ചു. അപ്പൊ ഇതിങ്ങനെ തലയിൽ കൂടെ അകലോന്റെ താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് പറയുന്നു, എന്റെ അപ്പായുടെ ദേഹത്തും എന്റെ ഉടുപ്പ് എല്ലാം ആ എണ്ണയെങ്കിലും ഞാൻ വളരെ വിധമായ ഒരു അതിശയം പെട്ടെന്ന് അങ്ങ് നിർജീവത്വമായി എന്നാൽ ഇവർക്ക് ഫീൽ ചെയ്ത എന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നെന്ന് എന്റെ പപ്പായ്ക്ക് പിടികിട്ടി. പെട്ടെന്ന് പപ്പ എന്ത് ചെയ്തു, എന്നെ അവിടേക്ക് കിടത്തി. എന്നിട്ട് പറഞ്ഞു ഒരിക്കലും മരിച്ചു. പിന്നെ ആ മുറിയിൽ ആ പ്രാർത്ഥനയും അനുഭാഷയും ഭയങ്കര സന്തോഷം. പക്ഷെ ഞാൻ വളരെ ശാന്തമായിട്ട് കിടന്നു. ഏതാണ്ട് 2ഓളം ദിവസങ്ങൾ ഞാൻ ആ ലെവലിൽ തന്നെ, പ്രത്യേകിച്ച് പെട്ടെന്ന് എന്താ പറയാ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ വളരെ ശാന്തമായി കിടന്നെങ്കിലും എന്റെ പ്രാണനെ എന്റെ ശരീരത്തിൽ തന്നെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ ദാസന്മാരുടെ ആ പ്രാർത്ഥന, ആ വിശ്വാസം, ഇന്ന് ഇവരിലൊക്കെ ഇത്രയും വിശ്വാസം വ്യാപരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ആ ഒരു പ്രത്യേക നിമിഷം എന്ന് പറയുന്നത് അത് കർത്താവ് മേഘം ചായ്ച്ചിറങ്ങി വരുമെന്നൊക്കെ പറയുന്നത് പോലെയാണ് എന്റെ മുറിയിൽ നടന്ന അത്ഭുതത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. സമയത്ത് വല്ലതും കാണുവോ അങ്ങനെ ദൈവിക ദർശനം ഒന്നും അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ല അവിടെ. അങ്ങനത്തെ കാഴ്ചപ്പാടുകളോ ഫീലിങ്സോ ഒന്നും എനിക്ക് ഉണ്ടായില്ല. എന്റെ വേദന ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. യാതൊരു വേദനയും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ കിടന്നത്. പിന്നെ ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെയാണ് ഞാൻ വന്നപ്പോഴും. ഞാൻ വളരെ ബലഹീനയാണ്, ഞാൻ ആ ബെഡിൽ തന്നെ കിടക്കുന്നു. സ്തോത്രം. എന്നാൽ അതേ തുടർന്ന് ഞാൻ പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നു. വേദനകൾക്കൊക്കെയും അല്പാൽപം ആശ്വാസം 3-4 മാസങ്ങൾ കൊണ്ട് ഞാൻ തനിയെ ബെഡിൽ എഴുന്നേറ്റിരിക്കാനും, ചില മാസങ്ങളൂടെ കഴിഞ്ഞപ്പോഴേക്കും തനിയെ കാല് ചവിട്ടി എഴുന്നേക്കാനും, അതൊക്കെ വളരെ രസകരമായാണ് എന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെപ്പൊക്കെ. അങ്ങനെ എഴുന്നേൽക്കാനും. പിന്നെ ഒരു വിചിത്രമായ സംഭവം എന്ന് പറയുന്നത്, ഒരു 6-8 മാസം കഴിയുമ്പോൾ ഈ കൈയുടെ വിരലുകളൊന്നും ഇങ്ങനെ മടങ്ങാൻ അറിയത്തില്ല, കാലുകൾ നടക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ആയ ഒരവസ്ഥയാണ്. ഒരു പിച്ചാത്തി കൊണ്ട് എന്റെ മമ്മി എന്റെ കയ്യിൽ ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു, മോളി പിച്ചാത്തിയിൽ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വളരെ വിഷമിച്ച് കത്തി പിടിച്ച് 2 പയർ എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് അരിയാൻ. ഞാനിങ്ങനെ പതുക്കെ വെച്ചിട്ട് അപ്പം എന്റെ കൈകളുടെ ശേഷിയൊക്കെ മടങ്ങി വന്നു തുടങ്ങി.
എന്തിന് 10-11 മാസങ്ങൾക്ക് ശേഷമായിട്ട് ഞാൻ ഈ വാത്സല്യ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവിന്റെ പിതാവ് വളരെ മരിച്ച അവസ്ഥയിലാണ് എന്നെ ഈ ഭവനത്തിന് എടുത്തുകൊണ്ട് പോയെങ്കിലും തിരികെ വലിയ ആരോഗ്യവതിയൊന്നും ആയിട്ടില്ല എങ്കിലും മരണത്തിന്റെ മേലിൽ നിന്നുള്ള ആ ഒരു നിലവാരത്തിൽ നിന്ന് ഞാൻ മടങ്ങി വന്നു കൃപയാല്. സ്തോത്രം. ഞാൻ തുടർന്ന് പറയാ, പിന്നെ അധികം എന്റെ വീട്ടിൽ അധിക ദിവസങ്ങൾ പോയി കിടന്നതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. പിന്നെ എന്റെ ഹസ്ബൻഡിനോടൊപ്പം ഞാൻ ഈ വീട്ടിൽ പാർക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഇതിനിടയിൽ മറ്റൊരു സംഭവം, എന്റെ ഈ ബ്രസ്റ്റിനകത്തുണ്ടായ ആ ഗ്രോത്ത്, എന്റെ ബ്രസ്റ്റിനകത്ത് അത് പഴുത്തിട്ട് എന്റെ ശരീരത്തിലൂടെ ധാരാളം അതിന്റെ ആ മാംസം ഇങ്ങനെ പുറത്തേക്ക് പഴുത്തു വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതങ്ങനെ അനേക ഭാഗങ്ങളിൽ, ഒരു ബ്രസ്റ്റിന്റെ തന്നെ പല ഭാഗങ്ങളിലും സ്കിന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ ഈ മാംസം അവിടെ ഇല്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് പോലെ. എന്നാൽ വിചിത്രമായ നിലവാരത്തില് അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പണിതു. ഒരു 5.5-6 ഞാനൊരു 2 വർഷത്തോളം എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടേയില്ല. എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിൽ ആ കുഴികളൊക്കെ നികരുന്നത് പോലെ നമുക്ക് കൈ തൊടുമ്പോൾ മനസ്സിലാവും. ഇത് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് 5.5 വർഷമൊക്കെ എടുത്ത് കാണുമായിരിക്കും. ആ കുഴികളെല്ലാം നികന്നിട്ട് ആ ഉണ്ടായിരുന്ന വലിയ ഒരു ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ കൈവച്ചിങ്ങനെ പിടിച്ചെടുക്കാം, അത്രയും വലുപ്പമുള്ളതിനൊക്കെ ഒരു വ്യത്യാസം വരുന്നതായിട്ട് മനസ്സിലായി കൃപയാലെ. എനിക്ക് അതിന് ശേഷമായിട്ട് ഒരു പെൺകുഞ്ഞിനെ കൂടെ ഞാൻ കൺസീവ് ആകുകയും തുടർന്ന് അവൾക്ക് ഡെലിവറി ആകുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത്രമാത്രം ശ്രേഷ്ഠമായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ ദൈവം വഴി നടത്തി. ഞാൻ ഒരു അൺഎയ്ഡ് സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും ഒക്കെ ആയിട്ട് ദീർഘവർഷങ്ങൾ അധ്യാപന ജോലി ആയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും കഴിഞ്ഞ 18-ൽ പരം വർഷങ്ങളായിട്ട് ഞാൻ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയുടെ ഭാഗമായിട്ട് തീരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു മിനിസ്ട്രി പരിശുദ്ധാത്മാവ് എനിക്ക് തരാനിടയായി. ഞാനത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം ഉള്ളത് കൊണ്ട് ധാരാളം സ്റ്റേജുകൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. കൺവെൻഷൻ സ്റ്റേജുകളാണ് എന്റെ തുടക്കം. പ്രസംഗിക്കാൻ വലിയ അറിയാമായിട്ടൊന്നുമല്ല. കൺവെൻഷൻ പ്രസംഗം 5 പേജിലുള്ള പ്രസംഗം തുടക്കം ദൈവത്തിന് സ്തോത്രം തൊട്ട് ഈ പ്രസംഗം ഉപസംഹരിക്കുന്നത് വരെ ഞാൻ കാണാതെ എന്റെ മെമ്മറി പഠിച്ച് അണുവടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പോയിട്ട് പ്രസംഗിച്ച ദിവസങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എനിക്കത് പറയുന്നതിനകത്തൊന്നും ഒരു ലജ്ജയില്ല. നിശ്ചയം അങ്ങനെയായിരുന്നു എന്റെ ആദ്യത്തെ തുടക്കങ്ങള്. ഉപവാസ പ്രാർത്ഥനകളിലും പിന്നെ ഇച്ചിരി വാക്ചാതുര്യമൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യങ്ങളൊക്കെ പറയാന്. എന്നാൽ ഇതിങ്ങനെ മനപ്പാഠം പഠിച്ച് ഒന്നും വാക്യം മാറത്തില്ല. ആമേ സ്തോത്രം, കൈ അടിക്കേണ്ടത് എപ്പോഴാ, കൈ ഉയർത്തേണ്ടത്, ഇതെല്ലാം മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേ. അങ്ങനെ പല സ്റ്റേജുകളിലും. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ചു പറഞ്ഞതാണെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ സത്യമായിട്ട് ഞാൻ പഠിച്ചു പറഞ്ഞതാ. പക്ഷെ ആ പഠിച്ചു പറഞ്ഞതാണെങ്കിലും അതിനകത്തൊരു വലിയ ദൈവസാന്നിധ്യം വെളിപ്പെടുമായിരുന്നു. ജനം വളരെ ശക്തമായി ആരാധിക്കുമായിരുന്നു. എന്റെ പിറകിൽ 10-20 ദൈവദാസന്മാര് കരമടിച്ച് എന്നെ അതിനകത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അറിയത്തില്ല എന്റെ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് ഞാൻ ഇത് പറയുന്നതെന്ന്. ഏതെങ്കിലും ഒരു വാക്യം മിസ്സായാൽ പോകും, പക്ഷെ ഒരു വാക്യം മിസ്സാകാനോ ഒരു വാചകം തെറ്റാനോ ഒന്നും കർത്താവ് ഇടയാക്കിയില്ല. ആ പ്രസംഗം, അന്ന് പ്രസംഗിച്ച പ്രസംഗം അത് ഓൾമോസ്റ്റ് ഉള്ളിലുണ്ടല്ലോ. ഞാൻ 3-4 സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് അതിന്റെ പകുതി പോലും ഒത്തിട്ടില്ല. എന്നാൽ അന്ന് ദൈവത്തിന്റെ കൃപ, നമ്മുടെ അറിയാമല്ലോ, നമ്മൾ ഏറ്റവും ബലഹീനരാകുമ്പോഴേ അവിടുത്തെ കൃപ കൊണ്ട് നമ്മളെ ഇങ്ങനെ പോയി. അയ്യോ ആന്റി, എനിക്ക് അത് പറയാൻ സന്തോഷമാണേ. ഏതൊക്കെ സമയങ്ങളിൽ നമുക്കൊരു ബലഹീനതയാണ് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാ. ഞാൻ ഇങ്ങനെ കരങ്ങളിൽ വഹിക്കപ്പെടുന്ന ഒരു ഫീലിംഗ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി 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 സന്ദർഭങ്ങളിൽ അതൊരു മനുഷ്യനോട് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവ് എനിക്ക് അവസരം നൽകി തന്നു. ഉപവാസ പ്രാർത്ഥനകൾ സ്പെഷ്യലിസ്റ്റ് അല്ലെ, ഉപവാസ പ്രാർത്ഥനയുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലേ, കൺവെൻഷൻ പ്രസംഗം പോലല്ലോ. ദൈവം എന്നെ അങ്ങനെയുള്ള വേദികളിൽ, ഒരുപാട് വേദികളിൽ കർത്താവ് എനിക്ക് അവസരം നൽകി തന്നു. ഇന്നും അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാലേ മിനിസ്ട്രി ഇതല്ല എന്നുള്ളത് പരിശുദ്ധാത്മാവ് എപ്പോഴും പറയും ഹൃദയത്തിന്റെ അകത്ത്. ഓരോ മീറ്റിങ്ങും കഴിയും അത്യാവശ്യം സ്തോത്ര കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങൾ അത് വെച്ചാണ് ഞങ്ങളുടെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതും ഞങ്ങളുടെ ഉപജീവന കാര്യങ്ങളെല്ലാം. പക്ഷെ എന്നും ഒരു ആരാണ്ട് നമ്മുടെ ചങ്കടിക്കുന്ന പോലെ ഉള്ളിലൊരു വേദന എപ്പോഴും.
ഇപ്പഴും ഞാൻ പപ്പായോട് ചോദിച്ചു, പപ്പ എന്താ പപ്പ എന്നെ പറ്റി ദൈവം ഈ ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. പപ്പ പറയാ നിന്റെ അഹങ്കാരമാ, നിന്റെ ഉമ്മാതൊക്കെ എന്തുവാ നീ അത് നിന്റെ അഹങ്കാരം കൊണ്ടാ എന്ന് പപ്പ എന്നെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പപ്പ അല്ല പപ്പ മറ്റെന്തോ. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയും, പലപ്പോഴും പറഞ്ഞു അദ്ദേഹം അത് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, കേട്ടു വിട്ടു. ഞാൻ പക്ഷെ ഈ പെയിൻ ഉണ്ട് എന്റെ ഉള്ളിൽ, എപ്പോഴും എനിക്കൊരു അസ്വസ്ഥതയാണ്. പക്ഷേ എന്താ പറയാ, അത് ഞാനിങ്ങനെ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് തെളിവ് സഹിതം കർത്താവ് എനിക്ക് ലൈവായിട്ട് ഒരു വ്യക്തി ജീവിതത്തെ എന്റെ ഹൃദയത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ആ വ്യക്തി ജീവിതവുമായിട്ടുള്ള ഇടപഴകല് എന്റെ ശുശ്രൂഷ എന്താണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തീർത്തു. അന്ന് ഞാൻ അനുഭവിച്ചൊരു സ്വർഗീയ സന്തോഷം, സ്തോത്രം, അത് ഇന്ന് ഏതാണ്ട് 13 പരം വർഷങ്ങളായിട്ട് ഞാൻ ആ മിനിസ്ട്രി ഫോക്കസ് ചെയ്യുന്നു. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, ഒരു വലിയ കൂട്ടം ജനത്തെ ഈ കേരളത്തിലും ഇന്ത്യയിലും അമേരിക്കയിലും യൂറോപ്പ് രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ എനിക്ക് ആ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ദൈവമക്കളെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അവരെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് അല്ലാതെ തന്നെ ദൈവസഭകളിലെ ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കടന്നുപോയി കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച കർത്താവ് ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആയിരിക്കും ഇളയ സഹോദരങ്ങളിൽ ഒരാള് ബാംഗ്ലൂർ ലോസ്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് അദ്ദേഹം അവിടെ സേവനം. ഇളയ സഹോദരങ്ങൾ മറ്റുള്ളവര് ഓരോ രാജ്യങ്ങളിലെ ജോലി ചെയ്യുന്നുണ്ട്. അവരും കർത്താവിന്റെ വേലയുടെ ഭാഗമാണ് എങ്കിലും ഭൗതികമായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. പെരുമ്പട്ടി IPC സഭയിലുള്ള പാസ്റ്റർ ജോർജ് ഫിലിപ്പ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസിന്റെ മകനാണ് എന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരെ കുടുംബമായിട്ട് ഡബ്ലിനിൽ പാർത്ത് കർത്താവ് അവരെ ഏൽപ്പിച്ച ജോലിയിൽ അവരായിരിക്കുന്നു. ഒരു കൊച്ചുമകനുണ്ട്, ജെയ്ഡൻ എന്ന പേരാണ്, നഴ്സറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഇളയ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുടർന്നും കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അതിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ റാന്നി കണ്ടംപേരു എന്ന് പറഞ്ഞ ദേശത്ത് പാർത്ത് സ്തോത്രം കർത്താവിന്റെ വേലയിലായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. അനേകർക്ക് പിന്നെയും ആശ്വാസവും തണലും തണുപ്പുമാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ മീഡിയയിലൂടെ കർത്താവെ, സാധുവായ അടിയന്റെ ജീവിതത്തിൽ അങ്ങ് നൽകി തന്നതായിട്ടുള്ള ചില അനുഭവങ്ങളെ അങ്ങയുടെ വിലയേറിയ ദാസിയുമായിട്ട് സംസാരിപ്പാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ അങ്ങ് അത്ഭുതകരമായിട്ട് അവിടുത്തെ ചിറകടി ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങളെ നന്ദിയോടെ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. കർത്താവെ, ഇത് കേൾവിക്കാരായിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ എങ്കിലും ഉള്ളിൽ ഇത് തട്ടുവാൻ അവരുടെ ഹൃദയത്തിൽ അവരെ കരം പിടിച്ചുയർത്തുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന്, എല്ലാ സാഹചര്യങ്ങളിലും അവരെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുവാൻ, അവരുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ. നിങ്ങളുടെ ദാസി ചെയ്യുന്ന ഈ വിലപ്പെട്ട ശുശ്രൂഷകൾ കർത്താവെ ആയിരങ്ങൾക്ക് ആശ്വാസപ്രദമായി തീരുവാൻ അങ്ങ് സഹായിക്കുന്നല്ലോ. ഈ മീഡിയയിലൂടെ സാക്ഷ്യങ്ങളും വചനങ്ങളും പറഞ്ഞ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ഇനിയും അനേക പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ഒരു താമസമെങ്കിൽ അവസരങ്ങളെ നൽകിക്കൊടുത്ത് സഹായിക്കേണ്ട ദാസിയെ, തന്റെ കുടുംബത്തെ, തന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയിൽ പിന്നെ ശക്തിയോടെ നിൽപ്പാനായിട്ട് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെല്ലാവോടെ വിശ്വസ്തയോടെ അവിടുത്തെ പാദ സേവിപ്പാൻ കൃപ നൽകി സഹായിക്കണം. ഒരു പ്രാവശ്യം കൂടെ അന്യോന്യം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയെ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു മൂലം അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ പിതാവേ. എനിക്ക് തന്ന കർത്താവിന്റെ ദാസിയോട് ഏറ്റവും നിറഞ്ഞ ബഹുമാനത്തോടുള്ള വന്ദനവും സ്നേഹവും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ആ മിനിസ്റ്ററുടെ പേരെന്തോ ജെറമ്യ എന്തോ അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. എന്തോ ജെയ്റ. ഓ ജെയ്റ. ഓക്കെ ഓക്കെ. എല്ലാ ശനിയാഴ്ചയാന്ന് തോന്നില്ലയോ? സാറ്റർഡേ 5 to 7. ഓക്കെ. ആരാ വെളിയിൽ നിന്ന് ഓരോരുത്തരെ വിളിക്കുവാണ്, അങ്ങനെയാണോ നടത്തുന്നത്? ഞാൻ അന്നേരം ദൈവാത്മാവ് നിയോഗിക്കുന്നത് ആഴ്ചയിൽ 4-5 മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും എന്താ പറയുന്നത് സ്വത്രാഴ്ച കൊടുത്ത് നമുക്കത് ചെയ്യാൻ